പറങ്ങൂർ തിരുമനസ് ഹൈമോനുസോ എന്ന് പറയുന്ന ഒരു സെക്യുലർ സ്പിരിച്വൽ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്നിവിടെ തിരുമനസുമായിട്ട് ഇരിക്കുന്നത്. നമ്മുടെ സുറിയാനി സഭയുടെ ആരാധന, ചരിത്രം, ദൈവശാസ്ത്രം എന്നീ 3 ആശയങ്ങളെ ജനങ്ങളിലേക്ക്, വിശ്വാസികളിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു ചിന്തയിൽ രൂപീകരിച്ചിട്ടുള്ള ഒരു സെക്യുലർ ഓർഗനൈസേഷനാണ് ഹൈമോനുസോ എന്ന് പറയുന്ന ഓൺലൈൻ പ്ലാറ്റ്ഫോം. അതിനകത്ത് സഭയുടെ എല്ലാ വ്യക്തിത്വങ്ങളെയും അല്പം ജനങ്ങളിലേക്ക് കൂടുതൽ എത്തിക്കണം എന്നുള്ള ചിന്തയാണ് ഇന്ന് തിരുമനസിൽ എത്തി നിൽക്കുന്നത്. അതുകൊണ്ട് നീട്ടാതെ തന്നെ ചെറിയ ചിന്തകളും സംവാദങ്ങളിലേക്കും പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നു. ഹൈമോനുസോയിലേക്ക് തിരുമനസിന് ഹാർദവമായ സ്വാഗതം. പരേതരായ പ്രിയപ്പെട്ട കുര്യാക്കോസ് ചേട്ടൻ്റെയും ശോശാമ ആൻറ്റിയുടെയും എനിക്ക് നേരിട്ട് കണ്ടിട്ടുള്ളത് കൊണ്ട് 4 മക്കളിൽ 3-ാമത്തെ മകനായി ജനിച്ച പാത്തിക്കൽ എൽദോ എന്ന് പറയുന്ന വ്യക്തിത്വം ഇന്ന് സുറിയാനി സഭയുടെ ഒരു മെത്രാപ്പോലിത്ത എന്ന വിശിഷ്ട സ്ഥാനത്തിന് ഉടമയായി ഇന്ന് നമ്മുടെ കൂടെയുണ്ട്. BEd കഴിഞ്ഞ് സാധാരണ ഒരു പക്ഷേ എല്ലാവരും ഒരു സെക്യുലർ ജോബ് ആഗ്രഹിക്കുമ്പോൾ സഭയെ ശുശ്രൂഷിക്കണം എന്ന ചിന്ത തിരുമനസിലേക്ക് എത്താൻ കാരണം എന്താണ് തിരുമേനി? വളരെ കുഴപ്പം പിടിച്ചൊരു ചോദ്യമാണ്. അതങ്ങനെ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു തോന്നലല്ല. ഞാൻ മാതാപിതാക്കളിൽ നിന്ന് കേട്ടിട്ടുള്ളത് എൻ്റെ ജനനത്തിന് മുമ്പ് തന്നെ അതിനങ്ങനെ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ജനനത്തിന് ശേഷം മാതാവ് കുറച്ചുകൂടി സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളിൽ, പ്രത്യേകിച്ച് നമ്മുടെ സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും വളരെയേറെ വ്യാപൃതിയായ ഒരു വനിതയായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ സമാജവുമായി ബന്ധപ്പെട്ട് സുവിശേഷ സമാജം, നമ്മുടെ ഈ സുവിശേഷ സമാജത്തിൻ്റെ പല പ്രവർത്തനങ്ങളിൽ, പ്രാർത്ഥനായോഗങ്ങൾ, സെൻറ്റ് പോൾസ് പ്രയർ ഫെലോഷിപ്പിൻ്റെ പ്രവർത്തനങ്ങളിൽ, ഇടവകയുടെ വനിതാ സമാജം, അതിൻ്റെ എല്ലാ മേഖലകളും അഖില മലങ്കര വരെയുള്ള തലങ്ങളിൽ വളരെയേറെ വ്യാപൃതിയായിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ തീരെ ചെറുപ്പത്തിൽ ഞങ്ങളെല്ലാവരെയും, പ്രത്യേകിച്ച് എന്നെ കുറച്ചുകൂടി കരുതിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്, കൊണ്ടുപോവുകയും ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളിൽ, ധ്യാന പരിപാടികളിൽ, ക്യാമ്പുകളിലൊക്കെ പങ്കെടുപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. അന്ന് എൻ്റെ മമ്മിക്ക് എല്ലാ തിരുമേനിമാരുമായിട്ട് അന്ന് ആ തലത്തിൽ വന്യവൈദികരായിട്ട്, പ്രസംഗകരുമായിട്ടൊക്കെ ഒരു ബന്ധവും കാര്യങ്ങളൊക്കെ അടുപ്പമുണ്ടായിരുന്നു. അതും ഒരു കണക്കിന് എന്നെ ഈ കാര്യങ്ങളിലേക്കൊക്കെ അടുപ്പിച്ചു. പിന്നീട് ഞാൻ സ്കൂളിലേക്ക് പ്രവേശിച്ച സമയത്ത് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൻ്റെ തൊട്ടടുത്താണ് സുവിശേഷ സമാജത്തിൻ്റെ ഹെഡ് ഓഫീസ്. അവിടെ പുണ്യശ്ലോകനായ കടവിൽ പൗലോസ് മർത്താനോസ് തിരുമേനി താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ തിരുമേനിയുടെ അടുത്ത് സുറിയാനി പഠിക്കാനുള്ള ഒരു താല്പര്യം ഉണ്ടാവുകയും, തിരുമേനി അത്ര തിരക്കിട്ട ഒരു മനുഷ്യനല്ലായിരുന്നതുകൊണ്ട് എല്ലാ ശനിയാഴ്ചകളിലും ഞാനും എൻ്റെ ബ്രദറും കൂടെ അവിടെ സുറിയാനി പഠിക്കാനായിട്ട് പോവുകയും, അത് ഗ്രാജുവലി
ആ ഒരു അടുപ്പം തുടർന്നു. തിരുമേനി അത് എല്ലാ ഞായറാഴ്ചകളിലും പോകുന്ന സ്ഥലങ്ങളിൽ പള്ളികളിൽ എന്നെയും കൂടെ കൊണ്ടുപോകുമായിരുന്നു. അതൊരു അടുപ്പമായ ഒരു ബന്ധമായി വളർന്നു. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ശമാശ സ്ഥാനം, കുറുയ സ്ഥാനം നൽകി തിരുമേനി. അങ്ങനെ വളർന്നു വന്നതാണ്. അപ്പോൾ എനിക്ക് ചോദിച്ച പോലെ നമ്മൾ BEd കഴിഞ്ഞിട്ട് ഒരു ട്രെയിനിങ് പോയിൻ്റ് ഉണ്ടായതല്ല. ഓക്കെ താങ്ക് യു. ക്ലാരിഫിക്കേഷൻ വളരെ നന്ദി തിരുമേനി സർ. ഇന്ത്യൻ സംസ്കാരത്തിൽ ജനിച്ചു. ഇന്ത്യയിൽ ഭൂരിഭാഗ പഠനവും തിരുമേനി നടത്തി. അതിനുശേഷം തിരുമേനി ദമസ്കോസിൽ പരിശുദ്ധ ബാവ തിരുമനസിൻ്റെ അരമനയിൽ വളരെയധികം നാൾ സേതനായിലും പഠിച്ചു. തുടർന്ന് അമേരിക്കയിൽ വ്ളാഡിമർ സെമിനാരിയിലും തിരുമേനി പഠിച്ചു. അതിനുശേഷം പരിശുദ്ധ പത്രികസ് ബാവയുടെ കാലം ചെയ്ത ബാവ തിരുമനസിൻ്റെ അനുഗ്രഹ ആശംസകളോടുകൂടി അവിടത്തേക്ക് ഒരു മെത്രാപ്പോലിത്തയായി തിരുമേനി അപ്പോയിൻറ്റ് ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഇന്ത്യൻ സംസ്കാരം എന്ന് പറയുന്നത് തിരുമേനിയുടെ ജനനത്തോടൊപ്പമുള്ളതാണ്. പക്ഷേ തിരുമേനി മേയിച്ചു ഭരിക്കേണ്ടി വരുന്നത് ഒരു പാശ്ചാത്യ സംസ്കാരത്തിൽ ഉള്ള ഇന്ത്യൻ വംശജരെയാണ്. അവിടെ ഒരു കൾച്ചറൽ ഒരു ചേഞ്ച് ഹ്യൂജ് ആയിട്ടുണ്ട്. അതിനെ തിരുമേനി എങ്ങനെയാണ് ആസ് എ മെട്രോപൊളിറ്റൻ തിരുമേനിക്ക് അതിനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? അതിന് ഹഡിൽസ് ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിന് ഇച്ചിരൂടെ എളുപ്പമായിരുന്നോ, എങ്ങനെയാണ്? എപ്പോഴും നമ്മൾ വളർന്നു വരുന്ന ഒരു പശ്ചാത്തലം അതാണല്ലോ നമ്മളാക്കുന്നത്. ഒരു ഫോർമേഷൻ എന്ന് പറയുന്നത് ഒരാളുടെ ഒരു വ്യക്തിത്വം അത് ഉണ്ടായി വരുന്നത് നമ്മൾ ജനിച്ച സ്ഥലവും പഠിച്ച പാരമ്പര്യങ്ങളും പശ്ചാത്തലവും അനുസരിച്ചാണ്. എങ്കിൽ പോലും നമ്മൾ പുതിയ ഒരു മേച്ചിൽ സ്ഥലത്ത് നമ്മളെ ചുമതലപ്പെടുത്തുന്നു. നമ്മളവിടെ പ്രവർത്തന മേഖല വേറൊന്നായിരിക്കുമ്പോൾ അതുമായിട്ടൊന്ന് അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു രീതി. ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിൽ ഞാൻ പോയത് ആക്ച്വലി മാസ്റ്റർ ഓഫ് ഡിവിനിറ്റി ചെയ്യാനായിട്ടാണ് തിയോളജിക്കൽ സെമിനാരിയിൽ. അപ്പോൾ ആ ഒരു 3 വർഷം എനിക്ക് അവിടുത്തെ വിദ്യാഭ്യാസ രംഗത്ത്, പ്രത്യേകിച്ച് സെമിനാരിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് കിട്ടി. അതുകൂടാതെ ആ 3 വർഷത്തെ കാലയളവിൽ എനിക്ക് നമ്മുടെ എല്ലാ ദേവാലയങ്ങളിലും പോകാനും അവിടുത്തെ മറ്റ് എക്യുമെനിക്കൽ പ്രവർത്തനങ്ങളിലും ഒക്കെ ഇടപെടാനും ഒരു എക്സ്പോഷർ കിട്ടി ആ ഒരു കൾച്ചറുമായിട്ട്. അവിടുത്തെ കോഴ്സ് കഴിഞ്ഞ് തിരികെ ഞാൻ പാത്രഗേറ്റിലേക്ക് സിറിയയിലേക്കാണ് പോയത്. ഡമാസ്കസിൽ പോയി. ആ സമയത്ത് സഭയുടെ അമേരിക്കൻ ഭദ്രാസനത്തിൻ്റെ വിഷയങ്ങൾ കൊണ്ടായിരുന്നതുകൊണ്ടും അവിടുത്തെ തിരുമേനി മറുഭാഗത്തേക്ക് മാറിയതുകൊണ്ടും ഉണ്ടായ ഒരു സാഹചര്യമാണ് എന്നെ മെത്രാപ്പൊലീത്തയാക്കാനായിട്ട് അവിടെ ഒരു അവസരം ആയത്. അപ്പോൾ പരിശുദ്ധ പാത്രികീസ് ബാവായ്ക്ക് അന്ന് മനസ്സിൽ വന്നത് ഇതായിരിക്കും. ഞാൻ ഓൾറെഡി അവിടെ 3 വർഷം ഉണ്ടായിരുന്നു. എല്ലാ പള്ളിക്കാരുമായിട്ടും അല്ലെങ്കിൽ നമ്മുടെ ആളുകളുമായിട്ടുള്ള ഒരു നല്ല ബന്ധം ഉണ്ട് എന്നുള്ളതൊരു പോസിറ്റീവായിട്ട് എടുത്തു. എൻ്റെ പ്രായം ചെറുപ്പമാണ്. ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ അതൊരു പുതിയൊരു വെസ്റ്റേൺ കൺട്രിയിൽ സെർവ് ചെയ്യേണ്ടി വരുമ്പോൾ കുറച്ചുകൂടി പ്രായം കുറഞ്ഞ ഒരാൾ അവിടുത്തെ കാര്യങ്ങൾ പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരാൾ. ഇപ്പോൾ പ്രായമുള്ള ഒരാൾ വിട്ട് കഴിഞ്ഞാൽ ഒരു ചേഞ്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതൊക്കെ ആയിരിക്കാം അതിൽ പ്രേരിപ്പിച്ചത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഞാൻ എടുത്ത ഒരു സ്റ്റാൻഡെന്ന് പറയുന്നത്, നമ്മൾ അവിടുത്തെ യൂത്ത്, അവിടെ ജനിച്ചു വളർന്ന കുഞ്ഞുങ്ങളും അവിടെ ഒരു ഫസ്റ്റ് ജനറേഷൻ ആയിട്ടുള്ള ആളുകളുണ്ട്, സെക്കൻഡ് ജനറേഷൻ ഉള്ള പിള്ളേരുണ്ട്. അവരുമായിട്ട് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാനാണ് ഞാൻ ശ്രമിച്ചത്. അപ്പോൾ അവരുടെ നീഡ്സ്, അവർ നമ്മുടെ സഭയിൽ നിന്ന്, പള്ളിയിൽ നിന്ന് എന്ത് ആഗ്രഹിക്കുന്നു, ചർച്ച് ലീഡർഷിപ്പിൽ നിന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഇൻഡയറക്റ്റ്ലി ഞാൻ കുറേ കാര്യങ്ങൾ അവരിൽ നിന്ന് പഠിച്ചു. കാരണം ഞാൻ അവരെയാണ് സെർവ് ചെയ്യേണ്ടതെന്നുള്ളതുകൊണ്ട്. പ്രത്യേകിച്ച് അന്ന് ഞാൻ ചെല്ലുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മറ്റു തിരുമേനി മറു ഗ്രൂപ്പിലേക്ക് പോയതുകൊണ്ട് ഒരു വലിയ ലോസ് ഓഫ് കോൺഫിഡൻസ്, അതായത് ബിഷപ്പുമാരിൽ തന്നെ ഒരു തിരുമേനിയിൽ ഉണ്ടായിരുന്ന വിശ്വാസം പോലും യുവജനങ്ങൾക്ക് നഷ്ടപ്പെട്ടൊരവസ്ഥയായിരുന്നു. അപ്പോൾ അത് റീഗെയിൻ ചെയ്യാന്നുള്ളൊരു വലിയൊരു ചലഞ്ച് അന്നുണ്ടായിരുന്നു. കാരണം നമ്മുടെ ഒരു പാരമ്പര്യത്തിൽ ബിഷപ്പ് ഈസ് എ ഡിഫൻഡർ ഓഫ് ഫെയ്ത്ത്. അപ്പോൾ അങ്ങനെയുള്ളൊരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ പെട്ടെന്ന് അങ്ങനെ മാറിപ്പോയി, ആ ലോയൽറ്റി മാറിയപ്പോൾ അവർക്ക് അതിനെക്കുറിച്ചുള്ള ഒരു കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് വന്നു. അപ്പോൾ അത് റീഗെയിൻ ചെയ്യാന്നുള്ളൊരു സ്ട്രഗിളായിരുന്നു. പിന്നെ ഫോർച്ചുനേറ്റ്ലി ഞാനോട് സഹകരിച്ചു. കാരണം ഒരു വിശ്വാസ്യത നേടാനായിട്ട് എനിക്ക് സാധിച്ചു. അതാണ് എനിക്ക് ഏറ്റവും എടുത്തു പറയാൻ സാധിക്കുന്നത്.
കാരണം ഞാൻ അവിടെ ആക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ പത്രീസ് ബാബ സെലക്ട് ചെയ്ത് അവിടെ നിയമിച്ചു, എന്നെ അങ്ങോട്ട് വിട്ടു. പക്ഷേ അവരിൽ ഒരാളായി മാറാനായിട്ട്, അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരാളായിട്ട് അവർക്ക് തോന്നി തുടങ്ങി. അതിലാണ് എനിക്കൊരു വിജയമെന്ന് എനിക്ക് അവകാശപ്പെടാമെങ്കിൽ അതുള്ളത്. താങ്ക് യു. അതിനോട് ചേർന്ന് തന്നെയാണ് അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത്. തിരുമനസ്സേ, ഇന്ന് ഇന്ത്യയിൽ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്കൊരു വ്യക്തമായ സിസ്റ്റം ഇല്ല എന്ന് എല്ലാവർക്കും അറിയാം. എന്നാൽ മറുവശത്ത് ഇന്ത്യയുടെ വിശ്വാസികളുടെ തന്നെ ഒരു കൂട്ടമാണ് തിരുമേനിയുടെ ഭദ്രാസനത്തിലുള്ളത്. അവിടെ തിരുമേനിക്ക് ഒരു പ്രോപ്പർ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് വൈദികരിൽ നിന്നും വിശ്വാസികളിൽ നിന്നും ബോധ്യമായ ഒരു വസ്തുതയാണ്. ഏത് തരത്തിലുള്ള സഭാപരമായ കാര്യങ്ങൾ വന്നാലും തിരുമേനി പറയും ആസ് പെർ ദ പ്രോട്ടോക്കോൾ, അല്ലെങ്കിൽ ഇന്ന ചാനൽ വഴി വരണം, ഇതാണ് സഭയുടെ സിസ്റ്റം, അല്ലെങ്കിൽ ഇതാണ് ഭദ്രാസനത്തിൻ്റെ സിസ്റ്റം എന്ന് തിരുമേനിക്ക് വ്യക്തമായി പറയാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഒന്നുമില്ല എന്ന് ഞാൻ പറയില്ല, പക്ഷേ എക്സിക്യൂഷനിൽ പല ഫ്ലോസും നാട്ടിൽ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ തിരുമേനിക്കൊരു സിസ്റ്റത്തെ വളരെ സ്ട്രോങ് ആയിട്ട് ബിൽഡ് ചെയ്യാൻ സാധിച്ചു, അത് എക്സിക്യൂട്ട് ചെയ്യാനും സാധിച്ചു. അത് എങ്ങനെ സാധിച്ചു തിരുമേനിക്ക്? ഇറ്റ്സ് എ ചാലഞ്ചിങ് ഇന്ത്യൻ വ്യൂ പോയിന്റിൽ നിന്ന് ചിന്തിക്കുമ്പോൾ. നമുക്കറിയാമല്ലോ, ഒരു ഭദ്രാസനം അത് മെത്രാപ്പൊലീത്തായാൽ നയിക്കപ്പെട്ട് അദ്ദേഹത്തോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു കൗൺസിലുമായിട്ട് ബന്ധപ്പെട്ട് അച്ചടക്കത്തോടുകൂടി പോകാവുന്ന ഒരു സിസ്റ്റം അത് വളരെ എളുപ്പമാണ് ശരിക്കും പറഞ്ഞാൽ. മലങ്കരയിൽ അങ്ങനെ പോകുന്നില്ല എന്നുള്ളത് ആ ഒരു സിസ്റ്റം കീപ്പ് ചെയ്യുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അതായത് ഇവിടെ ഒരു മെത്രാപ്പൊലീത്തായ്ക്കും അതാത് ഭദ്രാസനങ്ങളിൽ ഈ പറയുന്ന ഒരു റോൾ എടുക്കാൻ പറ്റുന്നില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവൽ ചെയ്യുന്നു, പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നു. ഇടവമെത്രാപ്പൊലീത്ത ആരെന്ന് ചോദിച്ചാൽ പോലും ഓർത്തെടുക്കേണ്ടതായ, അല്ലെങ്കിൽ ഇടവമെത്രാപ്പൊലീത്തക്കാരിലും കൂടുതൽ ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഭാഷ പറഞ്ഞ ഫാൻസ് ഉള്ള വേറെ തിരുമേനിമാർ, അവർ അങ്ങനെ ഒരു നമ്മുടെ ഓർത്തഡോക്സ് എക്ലീസിയോളജിയിൽ ചേരുന്ന ഒരു രീതി അല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു ജൂറിസ്ഡിക്ഷനിൽ ഒരു മെത്രാപ്പൊലീത്ത ഉള്ളപ്പോൾ ആ മെത്രാപ്പൊലീത്തായ്ക്ക് അവിടെ കിട്ടേണ്ടതായ പ്രോമിനൻസ് കൊടുക്കാതിരിക്കുകയും മറ്റ് മെത്രാപ്പൊലീത്തന്മാർ അതിനകത്ത് ഇൻ്റർഫിയർ ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ അത് ഒരു അൺറൂളി സിറ്റുവേഷനിലേക്ക് പോകും. അഗെയിൻ ഫോർച്ചുനേറ്റ്ലി ഞാൻ സെർവ് ചെയ്യുന്ന ഭദ്രാസനം പരിശുദ്ധ പാത്രീസ് ബാബയുടെ കീഴിലുള്ള ഒരു ഭദ്രാസനമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റ് ഇൻ്റർഫിയറൻസസ് വളരെ കുറവാണ്. പക്ഷേ ഇടയ്ക്ക് അതും ശ്രമിച്ചു എങ്കിൽ പോലും അതിനെ ആളുകൾ ശക്തമായിട്ട് തന്നെ അതിന് വിയോജിപ്പ് രേഖപ്പെടുത്തി. കാരണം അവിടെ ഒരു സിസ്റ്റമുണ്ട്, ഒരു കോൺസ്റ്റിറ്റ്യൂഷനുണ്ട്, ഭദ്രാസനത്തിനൊരു കോൺസ്റ്റിറ്റ്യൂഷനുണ്ട്. അത് ഫോളോ ചെയ്ത് പോകുന്നു. ഇപ്പോൾ 2 വർഷം കൂടുമ്പോഴെല്ലാം ഇലക്ഷൻ നടക്കുന്നു. അതിൻ്റെ ഓരോ ഭക്തി സംഘടനകളായാലും അവിടെ ഒരു കോൺഫ്ലിക്റ്റുകളോ ഫൈറ്റിങ്ങോ ഒന്നും അങ്ങനെ ഇല്ല. അപ്പോൾ അത് കീപ്പ് ചെയ്ത് പോകുമ്പോൾ, ഇപ്പോൾ അത് ഓരോ പള്ളികളോടെ നടക്കുന്നതാണല്ലോ, അത് താഴെത്തട്ടിലും തുടങ്ങാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ മുകളിൽ നിന്നാണെങ്കിലും ചെയ്യാവുന്നതേ ഉള്ളൂ. അത് നേതൃത്വം തീരുമാനിച്ചാൽ വളരെ ഈസി ആയിട്ട് നടപ്പിലാക്കാവുന്ന ഒരു കാര്യമാണ്. കാരണം മ്യൂച്വൽ റെസ്പെക്റ്റാണ് ഹയറാർക്കിയിലും അല്ലെങ്കിൽ ലീഡർഷിപ്പിലും വേണ്ടത്. അങ്ങനെ വരുമ്പോൾ എൻ്റെ സഹോദരനാണ് ആ ഭദ്രാസനത്തിൽ ചാർജെങ്കിൽ, ഇപ്പം ഞാൻ തന്നെ എന്തെങ്കിലും ഇപ്പോൾ അവിടെയാണെങ്കിൽ ഇവിടെ വരുമ്പോൾ എന്തെങ്കിലും പ്രോഗ്രാം ചെയ്യണമെങ്കിൽ ഇവിടെയുള്ള ഭദ്രാസനത്തിൽ തിരുമേനിയോട്ടുള്ള അനുവാദമോ ആ കാര്യങ്ങൾ ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്. തിരുമേനി പറഞ്ഞത് വീണ്ടും വളരെ പോസിറ്റീവായിട്ട് എനിക്ക് തോന്നി. അതൊരു ഹുദായ കാനൂനിൽ പരാമർശിച്ചിട്ടുള്ള ഒരു വസ്തുതയാണ്. ഒരു ഭദ്രാസനം മെത്രാപ്പൊലീത്ത തിരുമനസ് മറ്റൊരു ഭദ്രാസനത്തിലേക്ക് എന്തെങ്കിലും പ്രോഗ്രാമായിട്ട് പോകുന്നുണ്ടെങ്കിൽ ആ ഭദ്രാസനം മെത്രാപ്പൊലീത്തയുടെ അനുവാദം, അല്ലെങ്കിൽ ഫോർമൽ അല്ലെങ്കിലും ഇൻഫോർമൽ ആയിട്ടാണെങ്കിലും ഒന്ന് സംസാരിക്കണമെന്നുള്ളത് ഹുദായ കാനൂനിലുള്ള. അത് അങ്ങനെയുള്ളത് കൃത്യമായി പാലിക്കുമ്പോൾ തിരുമേനിക്ക് എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ടോ അവിടെ? അങ്ങനെയില്ല, അങ്ങനെ എതിർപ്പുകൾ വന്നിട്ടില്ല. പിന്നെ ചില ഈ പറഞ്ഞാൽ എല്ലാവരും, ഇപ്പോൾ പ്രത്യേകിച്ച് ഞാൻ പറയുന്ന ഭദ്രാസനത്തിനകത്ത് ഇവിടെ മലങ്കര എന്നുള്ള എല്ലാ ഭദ്രാസനങ്ങളിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ അവരവരുടേതായ തിരുമേനിമാരെ കുറച്ച് സപ്പോർട്ട് ചെയ്യുന്ന ചില എലമെൻസൊക്കെ ചില സ്ഥലത്തുണ്ടാവും. പക്ഷേ അവിടെ ഒരു ഭദ്രാസനം എന്നുള്ള ഒരു സെൻസ് വരുമ്പോൾ കുറച്ചുകൂടി നമുക്കത് ഈസി ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ട്. താങ്ക് യു തിരുമേനി. ഞാനിത് അടുത്തത് അല്പം ഒരു ഇൻക്ലൂസീവ് ചോദ്യമാണ്. ആത്മീയതയെക്കുറിച്ചാണ്. എല്ലാവർക്കും അവരവരുടെ ആത്മീയതയെക്കുറിച്ച് പൂർണ്ണമായി ബോധ്യമുണ്ട്, അല്ലെങ്കിൽ ഉണ്ടാകണമെന്നുള്ളത് ഒരു വീക്ഷണമാണ്. അങ്ങനെയെങ്കിൽ ഒരു മെത്രാപ്പൊലീത്ത തിരുമനസിൻ്റെ വീക്ഷണത്തിൽ തിരുമനസിൻ്റെ ആത്മീയതയെ ഒന്ന് ഡിഫൈൻ ചെയ്യാം. നമ്മൾ ഓർത്തഡോക്സിയിൽ തന്നെ പറയുന്നത് ആ ഒരു സ്പിരിച്വാലിറ്റി അല്ലെങ്കിൽ ആത്മീയത എന്ന് പറയുന്നത്
ക്രിസ്തുവിനോട് ചേർന്നുള്ള ജീവിതം അല്ലെങ്കിൽ ദൈവത്തോട് ചേർന്നുള്ള ജീവിതം അതിലേക്ക് നയിക്കുന്ന ഒരു പാത്താണ് ഓർത്തഡോക്സി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടതായ പല പ്രായോഗിക പ്രാക്ടീസുകളും അല്ലെങ്കിൽ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. പ്രാർത്ഥന ഉൾപ്പെടെയുള്ള പ്രാർത്ഥന, നോമ്പ്, ഉപവാസങ്ങൾ, അനുഷ്ഠാനങ്ങളൊക്കെ, ആരാധന, വിശുദ്ധ കൂദാശകൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ദൈവത്തോട് ചേർന്ന് നടക്കാനായിട്ട് ചിന്തിക്കുമ്പോൾ ഇപ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും ഈ പ്രകടനപരമാണ് പലപ്പോഴും. ഇപ്പം നമ്മുടെ സഭയുടെ പ്രത്യേകിച്ച് ഒരു സൊസൈറ്റിയുടെ 10-15 വർഷമായിട്ട് സൊസൈറ്റിയിൽ ഓൾറെഡി ഉണ്ട് എങ്കിൽ പോലും അത് സഭയിലേക്കും കടന്നു വന്നിരിക്കുന്നു. എപ്പോഴും വാർത്തകൾ നിറഞ്ഞു നിൽക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ പെരുന്നാൾ ആഘോഷമൊക്കെ, പള്ളികളുടെ പെരുന്നാൾ ആഘോഷങ്ങൾ ഇത്രത്തോളം വിപുലീകരിച്ച് സോഷ്യൽ മീഡിയയിൽ ഇതിലേക്ക് കൊടുക്കേണ്ട കാര്യം, പരസ്യങ്ങൾ കൊടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ അത് പണ്ടൊക്കെ ഒരു പള്ളിക്ക് ഒരു ഇടവ മെയിൻ ഒരു പെരുന്നാളുണ്ടാവും, അല്ലെങ്കിൽ ഒരു കല്ലിട്ട പെരുന്നാളുണ്ടാവും, അത് വിശുദ്ധൻ്റെ പെരുന്നാളുണ്ടാവും. ഇതിപ്പോൾ എല്ലാ മാസവും പെരുന്നാളുകളാണ്. അപ്പോൾ അങ്ങനെ വന്ന് ഈ പെരുന്നാളുകൾ മാത്രം നടത്തുക, കാരണം പെരുന്നാൾ നടത്തിയാലാണ് ഒരു വാർത്തയ്ക്ക് ഒരു സ്കോപ്പുള്ളൂ. അതിൻ്റെ പേരിൽ കുറേ പിരിവ് നടത്തുക, അതിൻ്റെ പേരിൽ ഇങ്ങനെ കുറേ ഒരു കമ്മിറ്റി ഉണ്ടാക്കുക, കുറേ കാര്യങ്ങൾ. അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒരു പെരുന്നാളുള്ളെങ്കിൽ പിന്നെ അടുത്ത വർഷമല്ലേ ചാൻസ് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ കൂടുതൽ പെരുന്നാളുകളാക്കി ഈവൻ കൺവെൻഷനുകൾ പോലും, ധ്യാന പ്രസംഗങ്ങൾ പോലും, ഇതെല്ലാം ഒരു പ്രോഗ്രാം പരിപാടികൾക്ക് വേണ്ടിയുള്ള പരിപാടികളായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് വേണ്ടിയിട്ടുള്ള പരിപാടികളാകും. ഇടവകയിൽ സ്പിരിച്വാലിറ്റി വളരെ കുറഞ്ഞു പോയി. നമുക്കതിന് ഒരു ടീച്ചിങ് എലമെൻ്റ് ഇല്ലാതെ പോകുന്നതാണ് അതിനകത്തൊരു ബുദ്ധിമുട്ട്. ഇപ്പോൾ നമ്മൾ അന്ന് ആലോചിച്ചാൽ അറിയില്ല, ഇപ്പോൾ പെരുന്നാളുകളുടെ ബാഹുല്യം, ഇടവകളിലും മറ്റ് പ്രോഗ്രാമുകളിലേക്ക് ഇത് വന്നതോടുകൂടെ പഠിപ്പിക്കാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെട്ടു. വൈദികരുടെ പ്രസംഗങ്ങൾ പോലും വളരെ ശുഷ്കമായി, കാരണം ആർക്കും നേരമില്ല. ഇപ്പം തിരുമേനിയുടെ കൽപ്പനകൾ പോലും അത് വായിക്കാനുള്ള നേരമില്ല, അല്ലെങ്കിൽ ഒരു നല്ല പ്രസംഗം നടത്താനുള്ള സമയമില്ല. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് ആ മേഖലയിൽ അത് പുരോഹിതന്മാരുൾപ്പെടെ ശ്രദ്ധിച്ച് തുടങ്ങേണ്ടതായൊരു കാര്യമാണ്. കൺവെൻഷനുകൾ ഈ പരിപാടിക്ക് വേണ്ടി നടത്തുന്ന പരിപാടികളായി നിന്നെ വിളിക്കുക, നീ ഞങ്ങളെ വിളിക്കുക തുടങ്ങിയുള്ള അങ്ങനത്തെ ഒരു പ്രസംഗക്കാരുടെ ഒരു പരസ്പരമുള്ള ഒരു ധാരണപ്പുറത്ത് പോകുന്ന ഒരു പരിപാടിയായിട്ട് മാറുകയാണ്. അതിനകത്ത് എന്തോരം ഒരു എഫേർട്ട് പഠിപ്പിക്കാൻ അല്ലെങ്കിൽ പഠിക്കാനായിട്ട് ഇപ്പോൾ ആ കൺവെൻഷനുകളിൽ അല്ലെങ്കിൽ നമ്മുടെ ധ്യാന യോഗങ്ങളിൽ നമ്മുടെ പിതാക്കന്മാരെക്കുറിച്ച് പഠിപ്പിക്കുക. ഇപ്പോൾ ഹൈമോൻസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, നമ്മുടെ സഭയുടെ ചരിത്രവും വേദശാസ്ത്രവും അതുപോലെ തന്നെ മറ്റൊന്നും പറഞ്ഞല്ലോ, നമ്മുടെ ലിറ്റർജിയും. അപ്പോൾ അതിനെക്കുറിച്ച് എന്ത് പഠിപ്പിക്കാനായിട്ട് ഈ കൺവെൻഷനുകൾക്കോ ധ്യാന യോഗങ്ങൾക്കോ സാധിക്കുന്നുണ്ടെന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മുടെ പിതാക്കന്മാർ ആരൊക്കെയാണെന്ന് പോലും അറിയാത്ത ആൾക്കാരുണ്ട്. അഞ്ചാമത്തെ ഉദ്ദേശത്തിൽ വായിക്കുന്ന കുറേ ആൾക്കാരുടെ പേരുണ്ട്, പക്ഷേ അവരാരൊക്കെയാണെന്ന് പോലും അറിയാനോ, അല്ലെങ്കിൽ ഇപ്പോൾ ഈ സ്രൂഗിലെ യാക്കോബ്, അല്ലെങ്കിൽ മാബുഗിലെ ഫെലിക്സിനോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ആരാന്ന് പോലും അറിയില്ല, അവരുടെ കോൺട്രിബ്യൂഷൻ എന്നാന്നോ. മറ്റതെല്ലാം നമുക്ക് കിട്ടുമല്ലോ, നമുക്ക് ഓൺലൈൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ആൾക്കാർ കിട്ടും. പക്ഷേ സുറിയാനി പിതാക്കന്മാരുടെ പേരുകൾ, അവരുടെ പ്രാധാന്യം പഠിക്കാനായിട്ട്, അത് പഠിപ്പിക്കാനായിട്ട് സഭയ്ക്ക് എനിക്ക് തോന്നുന്നില്ല സെമിനാരി പോലും അതിനുള്ള സാഹചര്യം കൂടുതലുണ്ടെന്ന് തോന്നുന്നില്ല. നമുക്കറിയാം, നമ്മളിപ്പോൾ സെറാംപൂറിൻ്റെ ഇത് ഫോളോ ചെയ്യുന്നതുകൊണ്ട് കുറേ അതിനകത്ത് റെസ്ട്രിക്റ്റഡ് ആണ്. പക്ഷേ സുറിയാനി പിതാക്കന്മാരുടെ കോൺട്രിബ്യൂഷൻ ഒരു പേപ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കൂടുതൽ പഠിപ്പിക്കാനും, അത് എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് സാധാരണ ജനങ്ങൾക്കും അവൈലബിൾ ആക്കിയാൽ അതൊക്കെ നല്ലതായിരിക്കും. അങ്ങനെയുള്ള ചിന്തകളും കൂടെയാണ് ഹൈമോനുസോയുടെ അത് ഞാൻ കഴിഞ്ഞ വർഷങ്ങളൊക്കെ അത് കണ്ടിട്ടുള്ളതാണ്. അനേകം ഇപ്പം ഈവൻ പിതാക്കന്മാരുടെ അനുസ്മരണമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവരുടെ തീം എടുത്തിട്ട് ഡിസ്കഷനിലും ഡിബേറ്റുകളും വരുന്നതുകൊണ്ട് നല്ല സ്കോളേഴ്സ് അതിനകത്ത് വന്ന് പ്രസൻറ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അത് വളരെ പ്രൈസ് വർത്തിയാണ്, അത് എടുത്തു പറയേണ്ടതാണ്, അനുമോദിക്കുന്നു ആ കാര്യത്തിൽ. അത് സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ അത് സഭയുടെ ഭാഗത്തു നിന്നും കൂടുതലായിട്ട് ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. ഓക്കെ, താങ്ക് യു തിരുമേനി. ഞാൻ തിരുമേനിയെ ഇതിന് ക്ഷണിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോൾ ഐ ഫീൽ സോ പ്രൗഡ്. കാരണം തിരുമേനി ഇപ്പോൾ ഒരു കറുത്ത കുപ്പായത്തിലാണ് തിരുമേനി ഇവിടെ നമ്മുടെ മുമ്പിൽ, ക്യാമറയ്ക്ക് മുമ്പിൽ പ്രസൻറ്റഡ് ആയിട്ടുള്ളത്. അത് ഞാനൊന്ന് ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ, അഭിമന്യ തിരുമനസിനറിയാം, പെരുമ്പള്ളി പള്ളിയിൽ ഒരു ചെറിയ റൂമിൽ തുടങ്ങിയതാണ് എനിക്ക് തിരുമേനിയായിട്ടുള്ള
ഒരു ബന്ധം, ഒരു ബോണ്ടേജ്. അപ്പോൾ അതിൽ നിന്ന് തിരുമേനി തന്നെ പറഞ്ഞു തന്നിട്ടുള്ള ഒരു വസ്തുത ഞാനിവിടെ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു മെത്രാപ്പോലിത്ത തിരുമനസ് അവരവരുടെ ഡയസസിൽ അത് അവരുടെ കിങ് ആണ്. സോ അവിടെ ആ ഒരു അധികാരത്തിൽ റെഡ് ഉപയോഗിക്കുന്നു. മറ്റൊരു ഡയസസിലേക്ക് ഒരു മെത്രാപ്പോലിത്ത തിരുമനസ് പോകുമ്പോൾ അവിടുത്തെ മദ്രാസിന് മെത്രാപ്പോലിത്ത ചുമപ്പും ചെല്ലുന്ന വ്യക്തി കറുപ്പുമായിരിക്കണം. ഇത് തന്നെയാണ് തിരുമേനിയെ തന്നെ പറഞ്ഞ കാര്യമാണ്. പരിശുദ്ധ പാത്രിക്കസ് ബാവയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ അഭിമന്യ തിരുമനസ്സുമാർ കറുത്ത കുപ്പായമായിരിക്കും ഇട്ടിരിക്കുന്നത്. എന്നാൽ ഇവിടെ നമ്മുടെ ബാവ തിരുമനസിൻ്റെ മുമ്പിൽ എല്ലാവരും ചുവന്ന കുപ്പായം ഇട്ടാണ് പലപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കോണ്ടെക്സ്ച്വൽ, പക്ഷേ തിരുമേനി ഇപ്പോഴും അത് പാലിച്ചുകൊണ്ട് പോരുന്നു. അത് ആരെങ്കിലും തിരുമേനിയോട് ചോദിക്കുകയോ അല്ലെങ്കിൽ ആ ചിന്താഗതി തിരുമേനിക്ക് എന്തുകൊണ്ട് ഇപ്പോഴും അത് ഫോളോ ചെയ്യണമെന്ന് ചിന്തിക്കാൻ എന്തുകൊണ്ടാണ് തിരുമേനിയെ? ലീഡേഴ്സായിട്ടുള്ള ആളുകൾ ചെയ്ത് കാണിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ അത് ഒരു ഭദ്രാസനത്തിലേക്ക് പോകുമ്പോൾ അവിടുത്തെ തിരുമേനിയെ റെസ്പെക്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമാണ് നമ്മുടെ വേഷവിധാനങ്ങളും. ഇപ്പോൾ നമ്മൾ ഈ രാജ്യങ്ങളിൽ ലീഡേഴ്സ് അങ്ങോട്ട് പോകുമ്പോഴാണെങ്കിലും പാലിക്കേണ്ട പ്രോട്ടോകോൾസ് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി വന്നപ്പോൾ പരിശുദ്ധ പാത്രിക്കസ് ബാവയുടെ പ്രതിനിധി അഭിമന്യ യാക്കോബ് തിരുമേനി ഇപ്പോൾ ഈ നാളുകളിലൊക്കെ യാത്ര ചെയ്ത് അവിടുത്തെ ആ ഒഫീഷ്യൽ പരിപാടി കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ ഡ്രസ്സിലേക്ക് മാറിയിരുന്നു. അപ്പോൾ അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ മലങ്കരയിൽ ബാവയുടെ പ്രതിനിധിയായിട്ട് വന്ന ആളാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ ചുമപ്പ് മുഴുവൻ ഉപയോഗിക്കാമായിരുന്നെങ്കിൽ പോലും ആ ഒരു പ്രോട്ടോകോൾ പാലിക്കാനാണ് അവർ താല്പര്യപ്പെടുന്നത്. പരിശുദ്ധ പാത്രിക്കസ് ബാവയുടെ സാന്നിധ്യത്തിൽ എല്ലാ തിരുമേനിമാരും ചുമപ്പ് ഉപയോഗിക്കുന്നു. ബ്ലാക്ക് ആൻഡ് റെഡ് സൂനോർ ഉപയോഗിക്കുന്നു. കോൺസെക്രേഷൻ ഡേയിൽ മാത്രമാണ് പാത്രിക്കസ് ബാവയുടെ അടുത്ത് ചുവന്ന കുപ്പായം ഇട്ട് മറ്റു തിരുമേനിമാർക്ക് നിൽക്കാനുള്ള ഒരു അനുവാദം അല്ലെങ്കിൽ അവകാശം സിറീനസ് ചർച്ചിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ടുള്ളൂ. അത് അവർ ഭംഗിയായിട്ട് പാലിക്കുന്നുണ്ട്. മലയാളത്തിൽ മലങ്കരയിൽ ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ പറഞ്ഞ പോലെ തന്നെയാണ് ഇത്. എല്ലാവരും അങ്ങോട്ടും കയറി നടക്കുന്നതുകൊണ്ട് ആരേത് ഭദ്രാസനത്തിലാണ്, ഇപ്പോൾ ഒരു തിരുമേനി ഒരു ഫംഗ്ഷന് 3 തിരുമേനിമാരുണ്ടെങ്കിൽ അതിൽ ഏതാണ് ഭദ്രാസന മെത്രാപ്പൊലീത്താന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റുന്നില്ല. അവരതിനിടയ്ക്ക് സീനിയോറിറ്റി നോക്കുന്നുണ്ടോ എന്നുള്ളത് അത് തന്നെ ചിലപ്പോൾ ഇപ്പോൾ വന്ന തിരുമേനിയാണ് സീനിയർ എങ്കിൽ പോലും അവിടുത്തെ ഡയസഷൻ ബിഷപ്പ് ജൂനിയർ ആണെങ്കിൽ പോലും ഡയസഷൻ ബിഷപ്പിനാണ് പ്രോട്ടോകോൾ അനുസരിച്ച് പ്രാമുഖ്യം കൊടുക്കേണ്ടത്. നമ്മൾ തുബ്ദേൻ വായിക്കുമ്പോൾ കുർബാനയിലാണെങ്കിലും പരിശുദ്ധ പാത്രികയുടെ പേര്, ശ്രേഷ്ഠ ബാവയുടെ പേര് കഴിഞ്ഞാൽ ഇടമെത്രാപ്പൊലീത്തയുടെ പേര് വായിച്ചിട്ട് വേണം എത്ര സീനിയർ ആണെങ്കിലും വന്ന അതിഥി മെത്രാപ്പൊലീത്തയുടെ പേര് വായിക്കാനായിട്ട്. അപ്പോൾ ആ ഒരു പ്രോട്ടോകോൾ പാലിക്കുക എന്നുള്ളതും പാലിപ്പിക്കുക എന്നുള്ളതും ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് വരേണ്ടതാണ്. മലങ്കരയിൽ എനിക്ക് തോന്നണ ഒരു കാലത്ത് ഒരു പ്രോട്ടോകോൾ കമ്മിറ്റിയോ എന്തോ ഉണ്ടാക്കിയായിരുന്നു. അത് ഉടമ്പടി ആയെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇത് ഞാൻ പറഞ്ഞത് ഒരു അടുത്തുള്ള സ്ഥലങ്ങളാണ്, ഭദ്രാസനങ്ങളാണെങ്കിൽ പോലും ആ ഒരു റെസ്പെക്റ്റ് കൊടുക്കുന്നതാണ് നല്ലത്, ഭംഗി. താങ്ക് യു തിരുമേനി. വീണ്ടും ഞാൻ ഓരോ കാര്യങ്ങളും സ്പെസിഫൈ ചെയ്ത് പറയുന്നത് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിനാണ്. അഭിമന്യ തിരുമനസിൻ്റെ പേര് തിരുമേനി എഴുതി കാണുന്നതും അല്ലെങ്കിൽ മറ്റുള്ളവർ അഭിമന്യ തിരുമനസിൻ്റെ ഡയസസിൽ എഴുതി കണ്ടിട്ടുള്ളതും മോർ തീത്തോസ് എൽദോ മെത്രോഫോലിത്തോ എന്നുള്ളതാണ്. അതിനുശേഷം ഞാനത് പഠിച്ചപ്പോൾ സുറിയാനി സഭയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ചാപ്റ്റർ 1 ആർട്ടിക്കിൾസ് 6, 7, 8, 9 എന്ന് പറയുന്ന ഭാഗങ്ങളിൽ ഒരു പരിശുദ്ധ പാത്രിക്കസ് ബാവയുടെ പേരെങ്ങനെ എഴുതണം, കാതോലിക്ക ബാവ തിരുമനസിൻ്റെ പേരെങ്ങനെ എഴുതണം, ഒരു ആർച്ച് ബിഷപ്പിൻ്റെ പേരെങ്ങനെ എഴുതണം, ഒരു ബിഷപ്പിൻ്റെ പേരെങ്ങനെ എഴുതണം, ഇതെല്ലാം വ്യക്തമായി നമ്മുടെ സഭയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും കുറച്ച് മെത്രാപ്പൊലീത്ത തിരുമേനിമാർ മാത്രമാണ് ഇതുപോലെ ആദ്യം മോർ, രണ്ടാമത് കോൺസെഗ്രേറ്റഡ് നെയിം, മൂന്നാമത് ബാപ്റ്റിസ്മൽ നെയിം എന്നുള്ള രീതിയിൽ ആ ഒരു ഓർഡറിൽ പോകുന്നത്. അത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഈവൻ പരിശുദ്ധ പാത്രിക്കസ് ബാവയുടെ കൽപ്പനകളിൽ പോലും പരിശുദ്ധ ബാവ തിരുമനസ് എഴുതുന്നത് ഈ ഒരു ഓർഡർ ഫോളോ ചെയ്തിട്ടാണ്. പക്ഷേ നാട്ടിൽ പലരും ഇത് തെറ്റിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചിലവർ അത് ലിംഗ്വിസ്റ്റിക്കിൽ അതൊരു വലിയൊരു എറർ അല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ആർച്ച് ബിഷപ്പ് ആണെങ്കിൽ ഹിസ് എമിനൻസ് എന്ന് അഡ്രസ്സ് ചെയ്യണം, ഒരു ബിഷപ്പ് ആണെങ്കിൽ ഹിസ് ഗ്രേസ് എന്ന് അഡ്രസ്സ് ചെയ്യണം. സുറിയാനി സഭയിൽ എല്ലാ ബിഷപ്പുമാരും ആർച്ച് ബിഷപ്പുമാരാണ് എന്നുള്ളതാണ് എൻ്റെ ചെറിയ ഒരു വായനയിൽ നിന്ന്. അതായത് പൈൻ സ്മിത്തിൻ്റെ സിറിയക് ഡിക്ഷണറിയിൽ മെത്രോഫോലിത്തോ എന്ന് പറയുന്ന സുറിയാനി പദത്തിൽ അതിൻ്റെ ഇക്വലൻ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ആർച്ച് ബിഷപ്പ് എന്നുള്ള തോട്ടിലാണ്. അപ്പോൾ
എല്ലാ തിരുമേനിമാരും അല്ലെങ്കിൽ ഭദ്രാസന ചുമതലകളില്ലാതെ വരുന്നവരുണ്ടോ ഇല്ലയോ എന്നുള്ളത് ചലഞ്ചിങ് ക്വസ്റ്റ്യനാണ് ചിലപ്പോൾ. പക്ഷേ ഇൻ ജനറൽ എല്ലാവരും ആർച്ച് ബിഷപ്പുമാരാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഒരു തോട്ടിന് തിരുമേനി എങ്ങനെ? അത് എനിക്ക് തോന്നുന്നു സുറിയാനി സഭയുടെ അതായത് പത്രിസഭയുടെ കീഴിലുള്ള ആ ഔട്ട്സൈഡ് മലങ്കരയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതിനകത്ത് അതങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ എല്ലാ തിരുമേനിമാരും മെത്രാപ്പൊലീത്തമാരാണ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഞാൻ അതിനെക്കുറിച്ചൊന്ന് ചിന്തിച്ചപ്പോൾ. ക്ഷമിക്കണം തിരുമേനി, ഒരു തിരുമേനി ഇപ്പം മെൻഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ മലങ്കരയ്ക്ക് പുറത്തുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയാൻ സുറിയാനി സഭയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ അത് പരാമർശിച്ചിരിക്കുന്നത്? അതായത് യൂണിവേഴ്സൽ ചർച്ചിന്റെ ആണ് എഴുതിയിരിക്കുന്നത്. ഐ മീൻ നെയിമിങ്ങും എല്ലാം അതെ ആഗമാന സുറിയാനി സഭയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളതാണ്. പക്ഷെ അതിനകത്ത് നേരിട്ടുള്ള ഭദ്രാസനങ്ങളുടെയും ഒക്കെ എഴുതിയിട്ടുണ്ടല്ലോ, പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയ ഒരു കാര്യം പറയുകയാണ്, അതായത് മലങ്കര എന്നുള്ളത് ഒരു ആർച്ച് ഡയോസിസ് ആയിട്ടാണ് അതിനകത്ത് കണ്ടിട്ടുള്ളതെന്നാണ് എൻ്റെ ഒരു വിഷയം. അപ്പോൾ മലങ്കര മഹാ ഇടവക അതിൻ്റെ മെത്രാപ്പൊലീത്ത, അത് പിന്നീട് കാതോലിക്ക ബാവ വന്നപ്പോൾ അങ്ങനെ വന്നു. അപ്പോൾ അദ്ദേഹമായി വന്നു. അതേ സമയത്ത് അദ്ദേഹത്തെ സഹായിക്കാനാണ് ബാക്കി 7 മെത്രാപ്പൊലീത്തമാർ അന്ന് തിരുമേനിമാരെ അന്ന് വാഴിച്ചത്, മുന്തിരുത്തി സിനോസിന് ശേഷമുള്ള. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് തോന്നിയത് അതൊരു മഹാ ഇടവകയും അതിൻ്റെ കീഴിലുള്ള തിരുമേനിമാരുമായിട്ട് അങ്ങനെ തോന്നിയത് കൊണ്ടാണോ ഇങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്തിരിക്കുന്നത് എനിക്കറിയില്ല. അവിടെ നമ്മൾ എപ്പിസ്കോപ്പന്മാരിപ്പം അവിടെ ആർച്ച് ബിഷപ്സ് ഉണ്ട്, പിന്നെ ബിഷപ്പ് എപ്പിസ്കോപ്പന്മാരുണ്ട്. എപ്പിസ്കോപ്പന്മാരെയാണ് ഹിസ് ഗ്രേസ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കുറേ നാളുകളായിട്ട് നമ്മുടെ ഒരു പാരമ്പര്യത്തിൽ തിരുമേനിമാരെ ഹിസ് ഗ്രേസ് ആണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇത്ര നാളും. എനിക്ക് തോന്നുന്നു പുതിയ പാത്രിക്സ് ബാവ അത് ഹിസമിനോസൊക്കെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് പലരെയും. അപ്പോൾ അത് ഇപ്പം എനിക്ക് പെട്ടെന്ന് നമ്മുടെ പുണ്യശ്ലോനായ കടവൽ തിരുമേനി അന്ന് ചാർജ് വിട്ടു കഴിഞ്ഞപ്പോൾ തിരുമേനി പിന്നീട് എഴുതിയതെല്ലാം ബിഷപ്പ് പൗലോസ് തനാസിസ് എന്നാണ്. മെത്രാപ്പൊലീത്ത ഉപയോഗിക്കില്ലായിരുന്നു. അദ്ദേഹം കറുത്ത ഡ്രസ്സിലേക്ക് മാറി ചുവന്ന ഡ്രസ്സ് ഉപയോഗിക്കേണ്ടായി. അങ്ങനെ ഒരു സ്റ്റാൻഡ് അദ്ദേഹം എടുത്തിരുന്നു. അപ്പോൾ അദ്ദേഹം തിരുമേനി പറഞ്ഞിരുന്നത് മെത്രാപ്പൊലീത്ത എന്ന് പറഞ്ഞാൽ ഭരണമുള്ള ഭദ്രാസനത്തിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും മെത്രാപ്പൊലീത്തയാണ് ഭരണമുള്ളപ്പോൾ, ഇല്ലെങ്കിൽ എപ്പിസ്കോപ്പ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ബിഷപ്പ് പൗലോസ് തനാസിസ് അത് എഴുതിക്കൊണ്ടിരുന്നത്. അത് പിന്നീട് നിങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുള്ള പുസ്തകം നോക്കിയാൽ അറിയാം, അവിടെ എല്ലാം ബിഷപ്പ് പൗലോസ് തനാസിസ് തിരുമേനി എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ പേര് സംബന്ധിച്ച് നമുക്കറിയാം, ഇപ്പോൾ സാധാരണ പാത്രിക്സ് ബാവമാരുടെ കാതോലിക്കന്മാരുടെ എപ്പോഴും ആ ഒരു ഓർഡറിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ വ്യത്യാസമുണ്ട് തിരുമേനി, ക്ഷമിക്കണം. അതായത് കോതോങ്കലത്ത് ഇന്ന് കാലം ചെയ്തിരിക്കുന്ന നമ്മുടെ ബാവ തിരുമനസിൻ്റെ ടൂമ്പിൽ ചെല്ലുമ്പോൾ എഴുതിയിരിക്കുന്നത് എൽദോ മോർ ബെസേലിയോസ് എന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ വേണ്ടത് മോർ ബാസേലിയോസ് എൽദോ മഫ്രിയനോ എന്നുള്ളതല്ലേ. അപ്പോൾ പക്ഷെ എന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ ബാവ തിരുമനസിനെ മോർ ബാസേലിയോസ് തോമസ് ഫസ്റ്റ് എന്നുള്ള യൂസേജ് തന്നെയാണ്. പക്ഷെ അപ്പോൾ എവിടേക്കും ഒരു എറർ യൂണിഫോമിറ്റി വരുന്നത് നല്ലതാണ്. നമുക്ക് റീസെൻറ്റ് പാസ്റ്റിലുള്ളതെന്ന് പറഞ്ഞാൽ ബെന്യാമിൻ തിരുമേനിയുടെയൊക്കെയാണ്. ഇപ്പോൾ ബെന്യാമിൻ തിരുമേനി എപ്പോഴും ഒസ്താദിയോസ് ബെന്യാമിൻ ജോസഫ് എന്നാണ് അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ യൂലിയസ് തിരുമേനി, യൂലിയസ് കുര്യാക്കോസ്. ഷീമ രാജ്യങ്ങളിൽ പോയി ബന്ധപ്പെട്ടിട്ട് വരുന്നവരെല്ലാവരും ഈ ഒരു യൂസേജ് ഫോളോ ചെയ്യുന്നു. ഒരു മോർ ചേർക്കുക, പിന്നെ എപ്പിസ്കോപ്പൽ നെയിം, പിന്നെ ബാപ്റ്റിസ്മൽ നെയിം, അങ്ങനെയാണ് അതാണ് ചെയ്യാറ് സാധാരണ. അതും എനിക്ക് തോന്നുന്നു ഇവിടെ ഈ മലങ്കരയിൽ വന്ന ഒരു വ്യത്യാസമായിരിക്കാം. ഈ കത്തോലിക്കരുമായിട്ടുള്ള മിംഗ്ലിങ്ങിലോ അത് ഡെവലപ്പ് ചെയ്ത് വന്നപ്പോൾ ഈ പേര് എപ്പിസ്കോപ്പൽ നെയിം രണ്ടാമത് പറയുന്ന ഒരു രീതിയിലേക്ക് വന്നതാണത്. അത് റിവേഴ്സ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു എപ്പിസ്കോപ്പൽ നെയിം വന്നു കഴിഞ്ഞാൽ അതാണ് വിളിക്കേണ്ടത്. താങ്ക് യു തിരുമേനി. സുറിയാനി സഭയിൽ, ആഗമാന സുറിയാനി സഭയിൽ പല ലിറ്റർജിക്കൽ ഓർഡേഴ്സ് ഉണ്ട്. അപ്പോൾ വിശ്വാസിയുണ്ട്, ഷമാശ ഗണങ്ങളിലുള്ളതുണ്ട്, വൈദിക ഗണം, മെത്രോഫോലിത്തോ അല്ലെങ്കിൽ എപ്പിസ്കോപ്പോ എന്ന് പറയുന്നത്. അതായത് ഒരു കോറൂയോ അല്ലെങ്കിൽ ഒരു സമറോനോ ആയ ഒരു വ്യക്തി കോറൂയോ ആകണമെന്നോ, കോറൂയോ ആയ വ്യക്തി അഫ്ദിയോക്കനോ ആകണമെന്നോ, അഫ്ദിയോക്കനോ ആയ വ്യക്തി ശംഷോനോ ആകണമെന്നോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കണ്ടിന്യൂറ്റി വേണമെന്ന് ഒരു സ്ഥലത്തും ഞാൻ എഴുതി വായിച്ചിട്ടില്ല. പക്ഷേ ഇന്ത്യയിൽ മാത്രം അത് ടേക്കിംഗ് തിങ്സ് ഇൻ ഗ്രാൻറ്റഡ് ആണ്. ഇപ്പം ഞാൻ തന്നെ ഒരു അഫ്ദിയോക്കന സ്ഥാനത്ത് ശുശ്രൂഷ ചെയ്യുന്ന ഒരു സബ് ഡീക്കണാണ്. പക്ഷേ സബ് ഡീക്കൺ എന്നുള്ളത് ഒരു യൂസേജ് അല്ല.
ഡീക്കണുണ്ട്, ഡൈക്കണേറ്റ് മിനിസ്ട്രി ഉണ്ട്. പക്ഷേ അപ്പോൾ എന്തെങ്കിലും എഴുതുന്ന സാഹചര്യത്തിലാണെങ്കിൽ ഞാൻ പൊതുവെ എഴുതാൻ ചേർച്ച് റിലേറ്റഡിൽ എഴുതാൻ ആഗ്രഹിക്കുന്നത് അഫ്ദ്യൂക്കനോ ജോസഫ് എന്നാണ്. പക്ഷേ എൻ്റെ പ്രൊഫഷണൽ തലങ്ങളിൽ ഞാനൊരു അധ്യാപകനായിരിക്കുമ്പോൾ മറ്റ് കോളേജുകളിലും എൻ്റെ ലെക്ചേഴ്സിനും എല്ലാം എഴുതുന്നത് ഡോക്ടർ അനീഷ് കെ ജോയ് എന്ന്. അപ്പോൾ അവിടെ വ്യക്തമായ ഒരു ഡിഫറൻസിയേഷൻ ഉണ്ട്. പക്ഷേ പലരും ചോദിക്കുന്ന ചോദ്യമുണ്ട്, അപ്പോൾ എപ്പോഴാണ് അടുത്ത പടിയിലേക്ക് കയറുന്നത്? അപ്പോൾ ഞാനിത് പറയുന്നത് മറ്റൊരു ചിന്തയായിട്ട് ചോദിക്കുകയാണെങ്കിൽ, ഒരു ദേറോയോ വിശ്വാസത്തിലുള്ള അല്ലെങ്കിൽ ദേറോയോ സ്ഥാനത്ത്, വിശ്വാസമല്ല സ്ഥാനത്ത് നിൽക്കുന്ന ദേറോയൂസോ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാളോട് ഒരിക്കലും ചോദിക്കാൻ പറ്റൂലല്ലോ എന്നാണ് മെത്രാപ്പോലീത്ത തിരുമനസ്സാകുന്നത്. ഇതൊരു ദൈവവിളിയല്ലേ? ഒരു ശംശോനോ ആയ ഒരാളുടെ അടുത്ത് ഒരിക്കലും ചോദിക്കാൻ പറ്റില്ല എന്നാണ് വൈദികനാകുന്നത്. കാരണം വൈദിക വൃത്തി അല്ലെങ്കിൽ ദേറോയൂസോ അല്ലെങ്കിൽ മെത്രാപ്പോലിത്ത സ്ഥാനം, ഇതെല്ലാം ഒരു ദൈവവിളിയുടെ ഒരു നിമിത്തമാണ്. ആ നിമിത്തം ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മളിലേക്ക് എത്തുന്നത് വരെ നമ്മളത് ആഗ്രഹിച്ചു പോകുന്നത് അതൊരു എഗെയിൻസ്റ്റ് ദ തിയോളജിയാണ് നമ്മുടെ. അപ്പോൾ ആ ഒരു തോട്ട് പ്രോസസ്സിൽ യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും തിരുമേനിക്ക് ഈ ഒരു ഹഡിൽ അവിടെ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം അഭിമന്യ തിരുമനസിൻ്റെ ഡയസസിലുള്ള പല വൈദികരും പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ളവരും ജോലി ചെയ്യുന്നവരുമാണ് സെക്യുലർ ഫീൽഡിൽ. അപ്പോൾ അവരാരും ജോലി സ്ഥലത്ത് പോകുമ്പോൾ ഒരു പക്ഷേ കാസൊക്കെ ഉപയോഗിക്കാൻ പറ്റിയെന്ന് വരില്ല. അവരുടെ ഡ്രസ് കോഡ് ചേർച്ച്, അപ്പോൾ താടി പോലും പറ്റില്ല. അപ്പോൾ ഞാൻ എൻ്റെ തോട്ട് പ്രോസസ്സ് നേരത്തെ ഡ്രസ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് നേരെ ഒരു നെക്സ്റ്റ് എൻഡിലേക്ക് വരുമ്പോൾ ഒരു ഡ്രസ് കോഡിനെ നമ്മളെങ്ങനെ, അതായത് നമുക്ക് നിർബന്ധിച്ച് ഇടിയിക്കണം എന്നുള്ള ചില തോട്ട് പ്രോസസ്സ് ഉണ്ട് ഒരു സൈഡിൽ. പക്ഷേ ഒരാൾ ആരാകണം എന്നുള്ളത് മറ്റൊരാൾക്ക് നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ഡ്രസ് കോഡ് ഇപ്പോൾ വെസ്റ്റേൺ കൾച്ചറിൽ ജീവിക്കുകയും അവിടുത്തെ ഒരു ഡയസസ് മേച്ചു ഭരിക്കുകയും ചെയ്യുന്ന തിരുമനസ്സിന് ഇതിനെങ്ങനെ ഇത് ചെയ്യാൻ പറ്റും? കാരണം മലങ്കരയായിട്ട് നോക്കുമ്പോൾ ഒത്തിരി ഫോർ എക്സാമ്പിൾ ഒരു വിവാഹ കൂദാശയുടെ സമയത്ത് തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് പല ഫോർത്ത് ഓർഡർ അല്ലെങ്കിൽ ഫിഫ്ത്ത് ഓർഡർ ഉള്ളത് കാഷ്വൽ വെയറിലാണ്. പക്ഷേ ഇവിടെ ഒരു എന്താ പറയുക, ചുമന്ന കുപ്പായം അല്ലെങ്കിൽ റോസ് കുപ്പായം ഇട്ട് ആണ് ഒരു ഷമ്മാശൻ അല്ലെങ്കിൽ കോറൂയോ അല്ലെങ്കിൽ അഫ്ദ്യൂക്കോനോ സ്ഥാനത്തിലുള്ളവർ വിവാഹത്തിൽ പോലും എല്ലായിടത്തും ഒരു 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 റിലീജിയസ് എലമെൻറ്റിനെ ഹൈപ്പ് ചെയ്യുന്ന ഒരു തോട്ടായിട്ട് തോന്നുന്നുണ്ടോ? അതെയോ എൻ്റെ തെറ്റാണോ? അത് ഇപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പോകേണ്ടതാണ്. എങ്കിൽ പോലും ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ഇതെല്ലാം ഓരോ ശുശ്രൂഷ സ്ഥാനങ്ങളാണല്ലോ. ഇപ്പോൾ ശുശ്രൂഷകൻ ആയി കയറുന്നത് മുതൽ മെത്രാപ്പൊലീത്തായോ പിന്നീട് ഏത് അതെല്ലാം സഭയിലെ ഓരോ ശുശ്രൂഷയ്ക്ക് വിളിക്കപ്പെടുന്നതായ ഒരു റോളുകളാണ്. അതിൽ ഇപ്പോൾ നമ്മളിപ്പോൾ മൈനർ ഓർഡേഴ്സ് ഹയർ ഓർഡേഴ്സ് വേണമെങ്കിൽ വിളിക്കാൻ ഡിസ്റ്റിങ്വിഷ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ പൂർണ്ണ ഷമ്മാശൻ മുതലാണ് നമുക്ക് ഒരു ഡ്രസ് കോഡ് ക്ലിയർ ആയിട്ട് അതായത് പുറത്ത് ഇപ്പോൾ വെസ്റ്റ് ഇന്ത്യയിൽ പറയുകയാണെങ്കിൽ കോളർ വെച്ചിട്ട് ക്ലറിക്കൽ കോളർ വയ്ക്കാവുന്നത് ഫുൾ ഡീക്കൺ മുതൽ മുകളിലേക്കാണ്. അതിന് താഴെയുള്ളവർ സാധാരണ ഡ്രസ്സിലാണ് നടക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതെ, ഇപ്പം ഇവിടെ ഇത് ഒരു മിനിസ്ട്രിയേക്കാൾ ഉപരി ഒരു ജോലി പോലെ ആയതുകൊണ്ട് കോറൂയി ആകുമ്പോഴേ നമ്മൾ മാറിക്കഴിഞ്ഞു. നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ രീതിയിലാണെങ്കിൽ നമ്മൾ സെമിനാരി കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു, അപ്പോൾ ഒരു ഡ്രസ്സ് കഴിഞ്ഞു, പിന്നെ അവൻ വേറെ ആളാണെന്നുള്ള ഫീലിങ്ങിൽ പിന്നെ കുപ്പായിട്ടാണ് നമ്മൾ വരുന്നത്. അപ്പോൾ അത് ഇപ്പോൾ കോറൂയി ആണെങ്കിൽ പോലും പിന്നെ ഷമ്മാശ വിളിക്കുന്നതായ ഒരു അവസ്ഥ ഡയക്കണേറ്റിൻ്റെ ഭാഗമാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഡയക്കണേറ്റിന് ഇപ്പോൾ നമുക്കറിയാലോ, ഡയക്കണേറ്റ് പ്രീസ്റ്റ്ഹുഡ്, ഹൈ പ്രീസ്റ്റ്ഹുഡ്, എപ്പിസ്കോപ്പേറ്റ്. അപ്പോൾ ഈ ഡയക്കണേറ്റിനകത്തുള്ള ഡിവിഷൻസിലാണ് ഇതെല്ലാം വരുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ സംറോനയും കോറൂയും യഫ്ദുക്കനും എല്ലാം നമ്മൾ ഷമ്മാശ എന്ന് വിളിക്കുന്നു. പക്ഷെ അവർക്കൊന്നും ഈ പറഞ്ഞ ഡ്രസ്സുകളുടെ ആവശ്യമില്ല പുറത്ത് പോയി അങ്ങനെ നടക്കുമ്പോൾ. അപ്പോൾ കല്യാണത്തിനെ സൂചിപ്പിച്ചുകൊണ്ട് പറയാം, അതായത് ഞാൻ പറഞ്ഞ ശംശോനം മുതൽ അത് റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നത് ശംശോനം ഒരു ട്രെയിനിങ് പോയിന്റ് ആണ്. അപ്പോൾ പൂർണ്ണ ഷമ്മാശൻ ആയി കഴിഞ്ഞാൽ പിന്നെ കല്യാണം കഴിക്കാൻ പറ്റില്ല സഭയുടെ നിയമം. അപ്പോൾ പൂർണ്ണ ഷമ്മാശൻ ആവാത്ത ആൾക്ക് കല്യാണം കഴിക്കാം. അപ്പോൾ കല്യാണത്തിൽ നിൽക്കുമ്പോൾ ഈ ഷമ്മാശൻ ഡ്രസ്സ് ഇട്ടിട്ടല്ലല്ലോ നിൽക്കേണ്ടത്. കാരണം ഷമ്മാശനായി നിൽക്കുന്ന ആളെന്ന് പറഞ്ഞാൽ ക്ലറിക്കൽ ഡ്രസ്സ് ഇടാൻ മാൻഡേറ്ററി ഉള്ളത് പൂർണ്ണ ഷമ്മാശനാണ്. പൂർണ്ണ ഷമ്മാശനെ കല്യാണം കഴിക്കേണ്ടി വന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ മുതൽ വേറൊരു കുപ്പായം ഇട്ട് വേറെ ഐഡൻറ്റിഫിക്കേഷനാണ് ചർച്ചിൻ്റെ ഭാഗമായി, ചർച്ചിൻ്റെ മിനിസ്ട്രിയുടെ പ്രീസ്റ്റ്ഹുഡിൻ്റെ ഭാഗമായി.
അതുവരെയുള്ളത് പല പല നമ്മൾ സെർവിങ് പോയിന്റ്. അതുകൊണ്ടാണ് നമ്മൾ അതിനൊന്നും എത്തസ്രാഹ് പോലും പറയേണ്ട ഇതല്ല. നമ്മൾ പറയുന്നത് സ്ഥാനമാണ് കൊടുക്കുന്നത്, പട്ടമല്ല. അപ്പോൾ ശരിക്കും പട്ടം കൊടുക്കുന്നത് പൂർണ്ണശമാശനം. അപ്പോൾ അതുകൊണ്ട് ആ സ്ഥാനങ്ങളിലേക്ക് വിളിക്കപ്പെടുന്നവർ അവർ ലിറ്റർജിക്കലായിട്ട് അവിടെ സെർവ് ചെയ്യുമ്പോൾ ആ ഡ്രസ്സ് ഇടുക എന്നല്ലാതെ അല്ലാണ്ട് പോകുമ്പോൾ ആ ഡ്രസ്സിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഇവിടെ സെമിനാരിൽ പോയിട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് പിന്നെ സാധനം ഡ്രസ്സ് ഇട്ട് നടക്കാൻ എന്തുകൊണ്ടോ ഒരു ഇതായതുകൊണ്ട് ആ ഡ്രസ്സ് കൊടുത്തേക്കുവാണ്. പിന്നെ പറഞ്ഞാൽ ഇതൊരു നമ്മൾ ഹെഡ് മൂത്ത് SI ആവണമായിട്ട് പോകേണ്ട ഒരു ഇതല്ല. ഡയക്കണേറ്റ് ബൈ ഇറ്റ് സെൽഫ് ഇറ്റ്സ് മിനിസ്ട്രി, ഫുൾ മിനിസ്ട്രിയാണ്. അതെ. അപ്പോൾ അതിനകത്ത് അതുകൊണ്ടാണ് സിറിയൻ പള്ളികളിൽ നോക്കിയാൽ അവിടെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, പലരും ചമാശന്മാരുണ്ട്. അവിടെ മദബായിൽ കയറുന്ന എല്ലാവർക്കും ഊറാറ കൊടുക്കുന്നുണ്ട്, പല പല തട്ടുകളിൽ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇപ്പോൾ അതിൻ്റെ ഡ്യൂട്ടി വൈസ് നോക്കുകയാണെങ്കിൽ പല പല ഡ്യൂട്ടീസും ഉണ്ട്, അതിന് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പക്ഷേ അതിപ്പോൾ അതില്ല. ഇല്ലെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സബ് ഡീക്കൺ, ഡോർ കീപ്പറിൻ്റെ ഒരു അല്ലേ, പള്ളിയുടെ ഡോറുകൾ അടയ്ക്കുകയും തുറക്കുകയും കുർബാന സമയത്ത് അവിശ്വാസികൾ അൺബാപ്റ്റൈസ്ഡ് ആയിട്ടുള്ള ആളുകളെ മാറ്റിയിട്ട് ഫുൾ ബാപ്റ്റൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ കീപ്പ് ചെയ്യുക തുടങ്ങിയുള്ള അവിടെ റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. തീർച്ചയായിട്ടും കോറിയോക്കാർക്ക് വായിക്കാനുള്ള വായനകളുടെ ഇതുണ്ട്, മറ്റവർക്ക് പാടുന്നതിൻ്റെ ഇതുണ്ട്. പക്ഷേ ഇപ്പോൾ വന്നപ്പോൾ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. സംറോനീസോ അവരുടെ ഉത്തരവാദിത്വം ഇപ്പോൾ ഗായക സംഘം ഏറ്റെടുത്തു. ഡോർ അടയ്ക്കാൻ തുറയ്ക്കാനൊക്കെ വേറെ ആൾക്കാരുണ്ട്. അപ്പോൾ ഇവരുടെ ഈ നമ്മൾ 4, 5, 6 എന്നൊക്കെ പറയുമ്പോൾ കോറിയ എഫ് തെക്കണമെന്ന് പറയുമെങ്കിലും ഇവരെല്ലാവരുടെയും റോളുകൾ ഇപ്പോൾ ബേസിക്കലി നാരോ ഡൗൺ ടു ദ ലിറ്റർജി അല്ലേ. നമ്മുടെ ലിറ്റർജി വർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാനുള്ളൂ. നാരോ ഡൗൺ ചെയ്യുന്നത് ഒരു പക്ഷേ നമ്മൾ പൂർണ്ണമായ അവബോധം സൃഷ്ടിക്കാത്തത് കൊണ്ടാകാൻ പാടില്ലേ? അല്ല, നമ്മൾ ലേറ്റിക്ക് കൂടുതൽ റോള് കൊടുത്തുകൊണ്ടാണ്. ഇപ്പോൾ സൺഡേ സ്കൂൾ അധ്യാപകരുടെ റോള് ശരിക്കും പറഞ്ഞാൽ ഫുൾ ഡിക്കിൻ്റെ ആണ്. അവരാണ് എവിങ്കലിസ്റ്റ്, അവരാണ് ടീച്ചേഴ്സ്. ശരിക്കും പറഞ്ഞാൽ അവർ പഠിപ്പിക്കേണ്ടവരാണ്. സഭയുടെ വിശ്വാസം, അതായത് ഫെയ്ത്തും ലിറ്റർജിയും അതുപോലെ തന്നെ സ്ക്രിപ്ചറും പഠിപ്പിക്കേണ്ട ഡ്യൂട്ടി മെയിൻലി. കാരണം പ്രീസ്ലി ഡ്യൂട്ടി അവർക്ക് കൂടുതൽ സാക്രമെൻ്റലായിട്ടുണ്ട്. പൂർണ്ണ ചമാശന്മാരാണ് ഈ ടീച്ചേഴ്സായിട്ട് കൂടുതൽ നിൽക്കേണ്ടത്. അപ്പോൾ അത് സൺഡേ സ്കൂൾ അധ്യാപകരെടുത്തു. അപ്പോൾ ഇവരുടെയൊക്കെ ആ റോളുകളെല്ലാം പോയി. പിന്നെ ശമാശന്മാർ നമുക്കറിയാലോ, അപ്പോസ്തല പ്രവൃത്തി 6 അധ്യായത്തിൽ വായിക്കുന്ന ആദ്യത്തെ ശമാശന്മാരെ വിളിച്ചത് തന്നെ മേശകൾ ശുശ്രൂഷിക്കാനാണ്. അതായത് ആരാധനയ്ക്ക് വരുമ്പോൾ അവരുടെ മറ്റ് കാര്യങ്ങൾ, അവർക്ക് ഭക്ഷണം കൊടുക്കാൻ, മറ്റു കാര്യങ്ങൾ, വിധവമാരെ സംരക്ഷിക്കാൻ, ഓർഫൻസിൻ്റെ കാര്യങ്ങൾ നോക്കാൻ, അതിനൊക്കെ ഇപ്പോൾ പള്ളി കമ്മിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഫുഡ് കമ്മിറ്റി ഉണ്ട്, റിഫ്രഷ്മെൻറ്റ് കമ്മിറ്റികളുണ്ട്. അപ്പോൾ ഇതെല്ലാം റോളുകളെല്ലാം ഓരോരുത്തർ ഏറ്റെടുത്തു. ലൈറ്റിക്ക് കൊടുത്തേക്കാണ്. അപ്പോൾ സ്പ്രെഡ് ഔട്ട് ചെയ്തു, ഡീസെൻട്രലൈസ് ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഈ ശമാശന്മാർ ഈ എല്ലാ ഗ്രൂപ്പും ഇപ്പോൾ അവരുടെ റോൾ ആകൂടി ഇപ്പോൾ പള്ളിയകത്ത് ലിറ്റർജിയുമായിട്ട് അല്ലെങ്കിൽ പ്രാർത്ഥനയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഒരു ചേർന്ന ഒരു കോൺട്രഡിക്ടറി ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തതാണ്. ഒരു പക്ഷേ തിരുമനസ്സിനും അറിയാവുന്നതാണ്. അതായത് ഞാൻ കാലം ചെയ്ത യൂലിയോസ് തിരുമേനിയെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഡെമസ്കസിൽ ഒരു മാസം താമസിച്ചപ്പോൾ ഞാൻ നമ്മുടെ നാട്ടിലെ വേഷവിധാനം പോലെ കറുത്തവുപ്പായും തൊപ്പി വെച്ച് ബാവായുടെ മുമ്പിൽ ചെന്ന് ബാവ ചോദിച്ചു, ആർ യു എ പ്രീസ്റ്റ് എന്ന് എന്നോട് ആദ്യം ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നോ, അന്ന് കൊറുകയായിരുന്നു. അപ്പോൾ പറഞ്ഞു ദെൻ വൈ ആർ യു യൂസിങ് എ ക്യാപ്പ് എന്നുള്ളതായിരുന്നു കാലം ചെയ്ത ബാവായുടെ അടുത്ത് ഇത്. അപ്പോൾ പറഞ്ഞു ദിസ് ഇസ് എ പ്രീസ്റ്റ് ക്യാപ്പ്, അല്ലെങ്കിൽ ദിസ് ഇസ് എ ട്രാവൽ ക്യാപ്പ്, അല്ലെങ്കിൽ ഫീറോ ആയിരിക്കണം. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ ഒരിക്കലും ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരാളാണ്. കാരണം ക്യാപ്പ് വെക്കാതെ വിശുദ്ധ ലിറ്റർജിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏതോ പാപം ചെയ്യുന്നത് പോലെയാണ്. അപ്പോൾ പക്ഷേ ആഗമാന സുറിയാനി സഭയിലില്ല. അപ്പോൾ നമ്മൾ സത്യസുറിയാനി സഭ ഒന്നാണെന്നും ആ സുറിയാനി സഭയുടെ കീഴിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഭാഗമായിട്ട് നിൽക്കുന്ന മലങ്കര എന്ന് എല്ലാം പറയുകയും ചെയ്യുമ്പോൾ പല ആചാര അനുഷ്ഠാനങ്ങളും ഇതുപോലെ കോൺഫ്ലിക്റ്റിംഗ് ആകുമ്പോൾ അത് ജനങ്ങളിലേക്ക് എത്തുന്ന മെസ്സേജ് എന്തായിരിക്കും? അതിപ്പോൾ ഇപ്പം ഈ ആധുനിക കാലത്ത് ഈ സോഷ്യൽ മീഡിയയും ഇതുപോലെ ഇങ്ങനത്തെ ഇത്രയും ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇതെല്ലാം അറിയുന്നത് അങ്ങോട്ടും കൂടെ. ഇതിപ്പോൾ കൾച്ചറലായിട്ട് അല്ലെങ്കിൽ കുറേ നാളുകളായിട്ട് ഇവിടെ വന്ന ഒരു പുരാതന പ്രാക്ടീസ് എന്ന നിലയിൽ എല്ലാ അച്ഛന്മാരും ജമാശന്മാരും ഒക്കെ ഈ തൊപ്പി ഉപയോഗിക്കുന്നു. അവിടെയും തൊപ്പിയുണ്ട്, നമുക്ക് പുറത്ത് യാത്ര ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന തൊപ്പിയുണ്ട്. പള്ളിയകത്ത് വരുമ്പോൾ ശുശ്രൂഷയ്ക്കായിട്ട് ഒരു പുരോഹിതൻ നേതൃത്വം കൊടുക്കുമ്പോൾ ചെയ്യേണ്ടതായ ഫീറോയും ഉണ്ട്. അപ്പോൾ ആക്ച്വലി അവിടെ പട്ടം കൊടുക്കുമ്പോൾ, അച്ഛന്മാർക്ക് പട്ടം കൊടുക്കുമ്പോൾ മാത്രമേ തൊപ്പി കൊടുക്കുന്നുള്ളൂ. തൊപ്പി എന്ന് പറഞ്ഞാൽ ഈ ഫീറോ കൊടുക്കുന്നത്.
അപ്പം മറ്റേ തൊപ്പി ആക്ച്വലി വാഴ്ത്തി കൊടുക്കുന്ന കാര്യമില്ല, അത് പുറത്ത് യാത്രയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഇവിടെയും നമ്മുടെ പട്ടംകൊട ശുശ്രൂഷകളിൽ തൊപ്പി വാഴ്ത്തുന്നില്ല, ഊറാറയും നെറ്റും അല്ലേ വാഴ്ത്തുന്നത്, തൊപ്പി പിന്നീട് വെച്ച് കൊടുക്കുന്നതല്ല. ഐ മീൻ ബ്ലെസ്സിങ്ങിൽ അതില്ലല്ലോ. അപ്പോൾ അതിപ്പോൾ ഒരു മലങ്കരയുടെ ഒരു പാരമ്പര്യം എന്ന് വേണമെങ്കിൽ പറയാമെന്ന് മാത്രമേ ഉള്ളൂ, അഡീഷണൽ ആഡ് ഓൺ മാത്രമാണ്. ഓക്കെ, താങ്ക് യു തിരുമേനി. ഞാൻ അധികം നീട്ടുന്നില്ല. മെത്രാപ്പോലീത്ത എല്ലാ മനുഷ്യനും എല്ലാ വ്യക്തികൾക്കും വ്യക്തിത്വങ്ങൾക്കും ഒരു സ്വപ്നമുണ്ടാകും. അടുത്ത 5 വർഷം തിരുമേനി ഇപ്പോൾ എല്ലാ ഒരു പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്ന ഒരു 5-year പ്ലാനാണ്. മെത്രാപ്പോലീത്ത തിരുമനസ് എന്നുള്ള രീതിയിൽ അമേരിക്കൻ അധിപതിരാസനത്തിൻ്റെ മെത്രാപ്പോലീത്ത അധികാര ചുമതലയിൽ ഇരുന്നു കൊണ്ട് വരുന്ന 5 വർഷത്തെ തിരുമേനി എങ്ങനെ കാണുന്നു? പോസ്റ്റ് കോവിഡ് സിനാരിയോയിൽ നിന്നുകൊണ്ട് ഇനി എന്ത് നമുക്ക് ചെയ്യാം? അല്ലെങ്കിൽ ഇതിനകത്ത് അല്പം കൂടെ തിരുമേനി ആദ്യം ചോദിച്ച ഒരു ചോദ്യത്തിനെ കണക്ട് ചെയ്താണ് ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. യൂത്ത് ആയിരുന്നു തിരുമേനി ആദ്യം കണക്ട് ചെയ്യാൻ ശ്രമിച്ച ഒരു ഗ്രൂപ്പ്. അപ്പോൾ അടുത്ത 5 വർഷം എന്ന് ചിന്തിക്കുമ്പോൾ തിരുമേനി യൂത്ത് തന്നെ ആയിരിക്കുമോ തിരുമേനിയുടെ ഒരു മെയിൻ ടാർഗറ്റ് ഗ്രൂപ്പ്? അല്ലെങ്കിൽ അതെങ്ങനെയായിരിക്കും തിരുമേനി നെക്സ്റ്റ് 5 ഇയേഴ്സിനെ ഒന്ന് വിലയിരുത്തുന്നത്? നമ്മളിപ്പോൾ അവിടെ ഫോക്കസ് ചെയ്യുന്നത് ഡെഫിനറ്റ്ലി യൂത്താണ്. യൂത്തിന് പക്ഷേ നമ്മൾ കുറച്ചുകൂടി താഴോട്ടിറക്കിയിട്ട് സൺഡേ സ്കൂളിൽ കുറച്ചുകൂടി ഫോക്കസ് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാനിപ്പോൾ റീസെൻ്റ്ലി വിസിറ്റ് ചെയ്ത അല്ലെങ്കിൽ തുടങ്ങിയ പള്ളികളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, കുർബാനയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത് സൺഡേ സ്കൂളിനാണ്. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ യൂത്ത് അവിടെ ഇപ്പോൾ പല പള്ളികളിലും ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ജനറേഷനായി. അപ്പോൾ ആദ്യകാലത്ത് ഉണ്ടായിരുന്ന പിള്ളേർ പലരും, അതായത് ഇപ്പോൾ ഒരു എബോവ് 35 മുകളിലുള്ള യൂത്തൊന്നും ഇപ്പോൾ പള്ളികളിൽ അങ്ങനെ അധികം ആക്റ്റീവ് അല്ല. അന്നേരം ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് സൺഡേ സ്കൂൾ ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു എഫേർട്ട് ഉണ്ടായിരുന്നില്ല. നമ്മുടെ ചെന്ന ആളുകളെല്ലാം അവർ സെറ്റിൽ ചെയ്യാനായിട്ട് അവർ ഡബിൾ ഡ്യൂട്ടി ഒക്കെ ചെയ്ത് അങ്ങനെ പോകുമായിരുന്നു. അപ്പോൾ അവർക്കൊന്നും ഈവൻ മലയാളി ഒരു ഫെലോഷിപ്പ് പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആ ഒരു ജനറേഷൻ ഇസ് ഓൾമോസ്റ്റ് ലോസ്റ്റ്. അതാണ് നമ്മുടെ ഒരു ബുദ്ധിമുട്ട്. എന്നാൽ അതിനകത്തൊരു പാർഷ്യലി അവർ കുറച്ച് പേര് തിരിച്ചു വരുന്നുണ്ട്. കാരണം കല്യാണം കഴിഞ്ഞു, കൊച്ചുങ്ങളായി, അപ്പോൾ അവർക്ക് സൺഡേ സ്കൂളിൽ പോകണം. അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അവർ പാരൻസിനെ കൊണ്ടുവരികയും അങ്ങനെ ഒരു ഇൻട്രാക്ഷൻ വന്ന് ഇത് വരുന്നുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ കുറച്ചുകൂടി എളുപ്പമെന്ന് പറഞ്ഞാൽ സൺഡേ സ്കൂളിൽ കുറച്ചുകൂടി ഫോക്കസ് ചെയ്ത് സ്ട്രോങ് ആയിട്ട് അവർക്ക് നല്ലൊരു ബേസ് കൊടുക്കാൻ പറ്റിയാൽ നമ്മുടെ ഫെയ്ത്തുമായിട്ട് ബന്ധപ്പെട്ട്. അതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ അവിടുത്തെ ബുക്കുകളെല്ലാം റിവൈസ് ചെയ്തു, കാര്യങ്ങളെല്ലാം കുറച്ചുകൂടി ഓർഗനൈസ്ഡായി. ഇപ്പോൾ കോവിഡ് വന്നതോടുകൂടി നമ്മൾ സൺഡേ സ്കൂളിൽ 10ാം ക്ലാസ് എക്സാം കംപ്ലീറ്റ്ലി ഓൺലൈനാക്കി. ക്ലാസ്സുകൾ ഇപ്പോൾ തിരിച്ച് നമ്മൾ ഇൻ പേഴ്സൺ ക്ലാസ്സുകളാക്കിയിട്ടുണ്ട്. പക്ഷേ അവിടുത്തെ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പോൾ 4 ടൈം സോണാണ് അവിടെ ഉള്ളത്. അപ്പോൾ നോക്കുമ്പോൾ നമുക്കൊരു കോമൺ എക്സാം നടക്കുമ്പോൾ നമുക്ക് ടൈം സോണിൻ്റെ വിഷയങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഒരു സാറ്റർഡേയിൽ നമ്മളൊരു പർട്ടിക്കുലർ ടൈം ഫിക്സ് ചെയ്തിരിക്കുന്നു. അതാത് ടൈം സോണിൽ ആ സമയം എപ്പോഴാണോ അതനുസരിച്ച് അവർ ലോഗിൻ ചെയ്യുക, ലോഗൗട്ട് ചെയ്യുക. അപ്പോൾ അത് കംപ്ലീറ്റ്ലി ഓൺലൈനിലാണ്. അതിന് ഇവാലുവേഷൻ ഇപ്പോൾ ചെയ്യുന്നത്. ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ഉടനെ ഇവാലുവേഷൻ ഉണ്ട്, അതും ഓൺലൈനിലാണ്. അപ്പോൾ അത് കുറച്ചുകൂടി, അപ്പോൾ അവർക്ക് നല്ലൊരു ഫൗണ്ടേഷൻ കൊടുക്കാൻ സാധിച്ചാൽ, ഒരു ബേസ് കൊടുക്കാൻ സാധിച്ചാൽ നമുക്കൊരു ഹാഫ് ഡൺ എന്നുള്ള ഫീലിംഗാണ് നമുക്കിപ്പോൾ തോന്നിയിട്ടുള്ളത്. പിന്നെ യൂത്തിൻ്റെ ആക്ടിവിറ്റീസ് വളരെ അധികം ഇപ്പോൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ കോവിഡിനകത്ത് കുറച്ച് ഡിമായി പോയായിരുന്നു, എങ്കിൽ പോലും പോസ്റ്റ് കോവിഡിൽ ഇപ്പോൾ അവർ കുറച്ചുകൂടി ആക്റ്റീവായിട്ട് വരുന്നുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ച തന്നെ അവിടെ നമ്മുടെ അരമനയിലൊരു കോഫി ഹൗസ് എന്നുള്ളൊരു പ്രോഗ്രാമുണ്ട്. എല്ലാവർക്കും വന്ന് ഇൻട്രാക്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ആയിട്ട് അത് നല്ല എഫക്റ്റീവായിരുന്നു. ഇപ്പോൾ അച്ഛനെ വിളിച്ചപ്പോൾ പറഞ്ഞു. ഞാൻ ചെന്ന് കഴിഞ്ഞാൽ ഏപ്രിൽ 1-ാം തീയതി റിട്രീറ്റ്, ലണ്ടൻ റിട്രീറ്റ് ഉണ്ട് യൂത്തിൻ്റെ, നോർത്ത് ഈസ്റ്റ് റീജിയൻ്റെ. അങ്ങനെ അത് വളരെ ഭംഗിയായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ ഞാൻ പോരുന്നതിന് തൊട്ട് മുമ്പായിരുന്നു നമ്മുടെ ലീഡർഷിപ്പ് കോൺഫറൻസ്. അതെ, അതും എക്കാലത്തെയും വലിയൊരു കോൺഫറൻസായിരുന്നു. യൂത്തിൻ്റെ ലീഡർഷിപ്പ് കോൺഫറൻസ് 130ഓളം പേര് വന്ന് പങ്കെടുത്തു എന്ന് പറയുമ്പോൾ അത് വലിയ ഒരു സക്സസ് ആയിരുന്നു. അപ്പോൾ അത് നമുക്ക് നല്ലൊരു മോട്ടിവേഷൻ തരുന്നുണ്ട്. നല്ല ഫ്യൂച്ചറിനെയാണ് കാണിക്കുന്നത്. നമ്മളുടെ സിസ്റ്റം അത്രയ്ക്ക് അതിൻ്റെ കൂടെ നിൽക്കുന്നില്ലെങ്കിൽ പോലും, എന്ന് പറഞ്ഞാൽ ഒരു ഇച്ചിരി പോരായ്മ ഉണ്ടെങ്കിൽ പോലും നമ്മൾ കഴിയുന്നതും ഞാനത് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് പള്ളികളെയും കമ്മിറ്റികളെയും. കാരണം കമ്മിറ്റികൾക്ക് അതിൻ്റെ ഉത്തരവാദിത്തം അവർക്ക് എന്തെങ്കിലും ഫണ്ട് ചെയ്യണോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാനൊക്കെ ഉള്ള ഒരു താല്പര്യം കൊടുക്കുന്നുണ്ട്. പിന്നെ ഭദ്രാസനം വളർന്നു. ഞാൻ ചെന്നപ്പോൾ 23-24 ഇടവകയാണ് ഉണ്ടായിരുന്നത്. അതിപ്പോൾ 3 ഇരട്ടിയിലധികം വളർന്നു കഴിഞ്ഞു കാനഡയിലും. അപ്പോൾ അതുകൊണ്ട് ആ ഗ്രോത്ത് അനുസരിച്ചുള്ള പുതിയ സെറ്റപ്പ് പിന്നെ അറേഞ്ച്മെൻറ്റൊക്കെ വരണം. കാരണം ക്ലർജി 10-75ഓളം അച്ഛന്മാരായി, 30-30ഓളം ചെമ്മാച്ചന്മാരുണ്ട്. എന്നിട്ട് പോലും പലർക്കും ഇനഫ് ആകുന്നില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ഇപ്പോൾ എനിക്ക് തന്നെ ഓടിയെത്താൻ ട്രാവൽ ചെയ്ത് അവിടെ എല്ലാം ട്രാവലിംഗ് ഫ്ലൈയിങ് ആണ് മിക്കവാറും.
എങ്കിൽ പോലും എത്താൻ സാധിക്കുന്നില്ല. അപ്പോൾ അതൊക്കെ നോക്കുമ്പോൾ ഫ്യൂച്ചറിൽ അവിടെ സഭയ്ക്ക് നല്ല, പിന്നെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ആളുകളെല്ലാം പുറത്തേക്ക് വിദേശത്തേക്ക് പോവുകയാണ് നാട്ടിൽ നിന്ന്. അപ്പോൾ അതുകൊണ്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ 5 കൊല്ലം എന്ന് പറഞ്ഞാൽ വളരെയധികം വ്യത്യാസം അവിടെയും വരാൻ, ഓസ്ട്രേലിയ UK ഒക്കെ ഉണ്ട് എങ്കിൽ പോലും അമേരിക്ക, കാനഡ, പ്രത്യേകിച്ച് കാനഡ കുറേ കൂടി മുന്നോട്ട് വരാൻ ഉള്ള സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ അതിന് ആവശ്യമായ സ്ട്രക്ചറൽ ഒരു ഇതുകൂടി ഞാൻ പരിശുദ്ധ പത്രികമായിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ മുന്നിൽ കാണണമല്ലോ, എന്തെങ്കിലും ഇപ്പോൾ ആവശ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ ഗ്രോത്ത് പൊട്ടൻഷ്യൽ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് ഉള്ള സജഷൻസ് ഞാൻ ബാവയോട് സൂചിപ്പിച്ചിട്ടുണ്ട്. ബാവയും അവെയറാണ് ആ കാര്യത്തിൽ. ഇനിയിപ്പോൾ അവിടുത്തെ ആളുകളെ കൂടി ഒന്ന് ബോധ്യപ്പെടുത്തിയിട്ട് വേണം ആ കാര്യങ്ങൾ. എനിവേ നല്ലൊരു ഫ്യൂച്ചറാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. വി ഓൾ പ്രേ ഫോർ ദാറ്റ്. ഞാൻ കൺക്ലൂഡിങ് ഒരു തിരുമേനി പറഞ്ഞ ഒരു ഇതിൽ നിന്ന് ഒരു ചെറിയൊരു ക്വസ്റ്റ്യൻ കൂടെ എൻ്റെ മനസ്സിലേക്ക് വന്നു. തിരുമേനി ഈ പോസ്റ്റ് കോവിഡ് അല്ലെങ്കിൽ കോവിഡിൻ്റെ സമയത്ത് ഈ ഓൺലൈൻ എക്സാം മാറ്റി എന്ന് പറഞ്ഞപ്പോൾ തിരുമേനി അല്പം ടെക്നോളജിക്കലി ഡയസസും അതുപോലെ തന്നെ മിനിസ്ട്രിയെയും കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മറുവശത്ത് ഇന്ന് വിശുദ്ധ കുർബാന നടക്കുന്ന സമയത്ത് ഫോൺ ബെല്ലടിക്കുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഗാഡ്ജറ്റ്സിൻ്റെ അതിപ്രസരവും നടന്നുകൊണ്ടിരിക്കുകയാണ് മറുവശത്ത്. അപ്പോൾ ഇത് പലപ്പോഴും, അതായത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ അമിതമായി ഉപയോഗിക്കുന്നത് റെസ്ട്രിക്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് സ്കൂളുകളിൽ സൈക്കോളജി കൗൺസിലേഴ്സിനെ കൊണ്ടുവന്ന് ക്ലാസ് എടുപ്പിച്ച സ്കൂളുകൾ തന്നെ തിരിച്ചു പറഞ്ഞു, പേരൻസിനോട് പറഞ്ഞു നിങ്ങൾ മക്കൾക്ക് ഫോൺ വാങ്ങിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ സ്പിരിച്വാലിറ്റിയിലും അല്ലെങ്കിൽ ഒരു ചേർച്ച് മിനിസ്ട്രിയിലും വന്ന് കാണുന്നത്. പല ലിറ്റർജി പ്രേയേഴ്സും ഇപ്പോൾ ഓൺലൈനിൽ ഇതാണ്. അവിടെയാണ് എനിക്ക് മെത്രാപ്പോലീത്ത തിരുമനസിൻ്റെ ഒരു വളരെ പോസിറ്റീവ് ലോങ് വിഷൻ ഞാൻ മനസ്സിലാക്കി. ക്ലീദോ പ്ലസും അതുപോലെ തന്നെ മൊറാൻ TV ഇങ്ങനെയുള്ള ടെക്നോളജിയെ കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് തിരുമേനി നല്ല നല്ല പ്രവർത്തനങ്ങൾ കാണുന്നുണ്ട്. പക്ഷെ മറുവശത്ത് അല്പം ചലഞ്ചിങ് ഇല്ലേ? അല്ലെങ്കിൽ അതെങ്ങനെ, ആ ഹഡിൽ എങ്ങനെ തിരുമേനി ഓവർകം ചെയ്യാൻ പറ്റും? ക്ലീദോ പ്രെയർ ആപ്പ് നമ്മൾ 2012 മറ്റു തുടങ്ങിയതാണ്. അതെ. അപ്പോൾ അത് ഇതുപോലെ ഒരു ഇന്നോവേഷൻ ആയിരുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ സ്റ്റാൻഡായിരുന്നു. പക്ഷെ അത് വളരെയേറെ പ്രയോജനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വിവിധ രാജ്യങ്ങൾ, ഇപ്പോൾ അമേരിക്ക മാത്രമല്ല, നമ്മൾ തുടങ്ങിയെങ്കിലും അത് എല്ലാ ആപ്ലിക്കേഷൻ ആയതുകൊണ്ട് വിവിധ രാജ്യങ്ങളിൽ അത് പ്രയോജനപ്പെടുത്താൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ അതൊരു വലിയ ഒരു വൈഡ് ആയിട്ട് നമ്മൾ അത് ലോഞ്ച് ബേസ് ഇട്ടിട്ടുണ്ട്, ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് മൾട്ടി ലിംഗ്വലാണ്. കോപ്റ്റിക് ലാംഗ്വേജ്, അപ്പോൾ നമ്മുടെ തന്നെ പല എനിക്ക് തന്നെ 1-2 ലാംഗ്വേജ് അപ്ഡേഷൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് റെഗുലറായിട്ട്. അപ്പോൾ നമ്മൾ ഇംഗ്ലീഷും മലയാളമാണ് തുടങ്ങിയത്, പക്ഷേ സുറിയാനി കയറ്റിയിട്ടിട്ടുണ്ട്. ഈ ഇന്ത്യൻ ലാംഗ്വേജുകൾ പലതും കയറാനായിട്ട് അവൈലബിൾ ആണെങ്കിൽ കയറ്റാനായിട്ടല്ല, അതിൻ്റെ ആ പ്ലാറ്റ്ഫോം ഉണ്ട്, ഞാൻ പറഞ്ഞത് അതിൻ്റെ ബേസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സിറിയക്കാരും കുറച്ച് അതിന് ഫൗണ്ടേഷൻ സഹായിക്കുന്നുണ്ട്. കുറേ വെൽവിഷേഴ്സ് ഉണ്ട്. അപ്പോൾ അത് ഭംഗിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ചിന്തിച്ചത് പ്രത്യേകിച്ച് യൂത്തിൻ്റേതായിട്ടാണ് അവർ ഇറക്കിയത്, യൂത്ത് അസോസിയേഷൻ്റെയും ഇതൊക്കെ ആയിട്ട്. നമ്മൾ വിചാരിച്ചതിനേക്കാൾ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അതിനകത്ത് വേണ്ടി വന്നെങ്കിൽ പോലും അത് നമ്മുടെ ചിന്തയിൽ ഇതായിരുന്നു. പിള്ളേർ വൺസ് ദേ ലീവ് ടു ദ ക്യാമ്പസ്, ഇപ്പോൾ കോളേജിലേക്ക് പോകുമ്പോൾ അവരിപ്പോൾ ഷെയർഡ് റൂമൊക്കെ ആയിരിക്കും താമസിക്കുന്നത്, നമ്മൾ ഡോമിറ്ററികളായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ളിടത്തൊക്കെ ചിലപ്പോൾ പുസ്തകങ്ങൾ ഉപയോഗിക്കാൻ, പ്രാർത്ഥന പുസ്തകങ്ങൾ കൊണ്ടുവയ്ക്കുക, ബൈബിൾ കൊണ്ടുവയ്ക്കുക എന്നൊക്കെയുള്ള അസൗകര്യങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളോ ഒക്കെ ഉണ്ടെങ്കിൽ, ഇതാണെങ്കിൽ സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ആരുമില്ല. അപ്പോൾ അവർക്ക് ഹാൻഡി ആയിട്ട് ഉണ്ടാകാം. പിന്നെ അവർ യാത്ര ചെയ്യുകയാണെങ്കിലും എപ്പോൾ നോക്കിയാലും, ഇപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷനിലാണെങ്കിൽ ഏത് സമയത്ത് നിങ്ങൾ തുടങ്ങിയാലും നമ്മൾ ആ തുറക്കുന്ന സമയത്തുള്ള പ്രാർത്ഥന അവിടെ ഉണ്ട്. ഇപ്പോൾ 9 മണിക്കാണ്, 9 മണി അല്ലെങ്കിൽ സന്ധ്യ പ്രാർത്ഥനയാണ്, ആ സമയത്തുള്ള പ്രാർത്ഥന. ഇപ്പോൾ എനിക്ക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ ആ സമയത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് പ്രാർത്ഥന കിട്ടും. അപ്പോൾ അത് വളരെ പ്രയോജനം ചെയ്യുന്നുണ്ട്. പിന്നെ അതിനകത്ത് മലയാളവും ട്രാൻസ്ലിറ്ററേഷനും അതുപോലെ ഇംഗ്ലീഷും കൊടുക്കുന്നതുകൊണ്ട് ഒരു ഫാമിലി ആയിട്ടും അതുകൊണ്ട് ഉപയോഗിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ ആവശ്യമുള്ളവർക്കാണല്ലോ. എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പുസ്തകങ്ങൾ വെച്ചുകൊണ്ട് നമ്മൾ അവിടെ അല്ലാതെ തന്നെ പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഫാമിലി പ്രയർ ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷും ഇംഗ്ലീഷും ഒരു സെറ്റായിട്ട്, പിന്നെ മലയാളവും ട്രാൻസ്ലിറ്ററേഷനും കൂടി. അപ്പോൾ അതായത് ഒരേ സമയത്ത് ഒരേ പേജിൽ പാരൻസിനും കുട്ടികൾക്കും പ്രേ ചെയ്യാവുന്ന രീതിയിൽ. മൊറാൻ TV ഇതുപോലെ കോവിഡിൻ്റെ സമയത്ത് നമ്മൾ അതിന് മുമ്പ് വേറെ TV ആയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പേര് മാറ്റേണ്ടി വന്നു. എങ്കിൽ പോലും കോവിഡ് തുടങ്ങിയപ്പോൾ ഇമ്മീഡിയറ്റ്ലി നമുക്ക് ആ ഫസ്റ്റ് എനിക്ക് വിതിൻ 2 വീക്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു.
അപ്പോൾ അത് വളരെയേറെ അപ്രീസിയേഷൻ കിട്ടിയ ഒരു പ്രോഗ്രാമാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് അന്ന് കുർബാന മിക്കവാറും സ്ഥലങ്ങളിൽ ക്യാൻസൽ ചെയ്തപ്പോഴും നമുക്ക് അരമനയിൽ നിന്ന് അത് ചെയ്യാനായിട്ട് സാധിച്ചു, ലൈവ് ചെയ്യാൻ സാധിച്ചു. നല്ല ക്വാളിറ്റി ഇതിന് കൊടുക്കാൻ പറ്റി, മറ്റ് ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാതെ. അത് ആക്ച്വലി ഇപ്പോഴും പലരും ആവശ്യപ്പെടുന്നുണ്ട്. കാരണം അത് നിർത്തിയിട്ടോ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ സ്ട്രീമിംഗ് നിർത്തി പലരുടെയും റിക്വസ്റ്റ് ആണ് പള്ളിയിൽ ആൾ വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോവിഡ് കഴിഞ്ഞപ്പോൾ. എങ്കിൽ പോലും ഇപ്പോഴും ചില ആളുകൾ ഇപ്പോഴും ആവശ്യപ്പെടുന്നുണ്ട്. കാരണം അതായിരുന്നു വളരെ എന്നാ തുടക്കം മുതൽ അവസാനം വരെ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. പ്രാർത്ഥനകൾ പലരും ഈ കോവിഡ് സമയത്ത് ഇത് അറ്റൻഡ് ചെയ്തുകൊണ്ട് ക്ലിയറായിട്ടെ അത് കാരണം നമ്മൾ ഡയറക്റ്റ്ലി കൊടുത്തിരുന്നതുകൊണ്ട് വേറെ ഡിസ്റ്റർബൻസുകളില്ല, കൊയറില്ല, അങ്ങനെയുള്ള ഇതായതുകൊണ്ട് കഷ്ടാനുഭവിച്ച സർവീസുകൾ, നോമ്പിലെ സർവീസുകൾ അതെല്ലാം വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി. അതുകൂടാതെ നമ്മൾ മലങ്കരയിൽ നിന്ന് തന്നെ നല്ല പ്രസംഗങ്ങൾ നമ്മൾ അത് റീ റെക്കോർഡ് ചെയ്യുകയോ അല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്യുകയോ ചെയ്തിട്ട് അവിടെ 500 എപ്പിസോഡുകൾ ഓരോ ദിവസം വൈകിട്ട് ലീവ് ദ വേർഡ് എന്നും പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്തിരുന്നു. ദിവ്യ സന്ദേശം എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ചെയ്തിരുന്നു. ലീവ് ദ വേർഡ് എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിൽ നമ്മൾ ചെറുതായിട്ടുള്ള അവിടുത്തെ അച്ഛന്മാർ ഇംഗ്ലീഷ് ഇല്ല ഒരു 7 to 10 minutes ചെറിയ പ്രസംഗങ്ങൾ കൊടുത്തിരുന്നു. ഇപ്പം നമ്മളിതൊരു ഇതിനെതിരെ നമ്മൾ കണ്ണടച്ചിരുന്നൊരു കാര്യമില്ല. ഇതൊരു ഡെവലപ്മെൻ്റ് ആണ്, റിയാലിറ്റിയാണ്. പിന്നെ പ്രാക്ടിക്കലി വളരെ എളുപ്പമാണ്. ഇപ്പോൾ കോയറിൽ ഒരു പാട്ട് കൊടുത്താൽ അവരെല്ലാം ഇപ്പോൾ പുസ്തകം പിടിച്ചിട്ടല്ല, അവർ മൊബൈലിൽ വെച്ചിട്ടാണ്. ഇപ്പോൾ സിറിയൻ പള്ളികളിലും അവിടെ പലയിടത്തും അത് മാറ്റി കഴിഞ്ഞു. കാരണം അവർക്കെല്ലാം കൃത്യമായിട്ട് അതാ ദിവസത്തെ പ്രോഗ്രാമുകൾ ഓരോ സൈഡായിട്ട് വിട്ട് കഴിഞ്ഞാൽ അത് വളരെ ഈസി ആയിട്ട് കൺഫ്യൂഷനിലാണ്ട് പേജ് അങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. അത് പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട്. അപ്പോൾ അതിനകത്ത് അത് ഒരു കൺഫ്യൂഷൻ ഇല്ല. നമ്മൾ അടുത്ത പാട്ട് ഏതാണെന്നുള്ളതിനെ കുറിച്ച് അത് അവിടെ വന്നോളും. ഒരാളതിനകത്ത് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, ഒരു അച്ഛൻ അല്ലെങ്കിൽ ഒരു ചമ്മാച്ചൻ അത് മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾക്ക് ഈ ഫ്ലിപ്പ് ഓവർ ചെയ്യാണ്ട് ഓരോ പുസ്തകങ്ങൾ അങ്ങോട്ട് തിരിച്ച് കൺഫ്യൂഷൻ ആവാതെ അത് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു യൂണിറ്റിയും കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് കൺഫ്യൂഷൻ ഇല്ല. നമ്മുടെ ഇരിക്കുന്ന പുസ്തകം അതാണോ, മറ്റേ അയാളുടെ ഇരിക്കുന്ന പുസ്തകം വേറെയാണോ, പേജ് ഇതാണോ, അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഒഴിവാക്കിയിട്ടും കൃത്യമായിട്ട് നമ്മൾ അതാ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരു വർഷിപ്പിൻ്റെ ഈ സാമൂഹിക ആരാധനയുടെ ഒരു യൂണിഫിക്കേഷൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. പിന്നെ ഇംപ്രോപ്പറായിട്ട് യൂസ് ചെയ്യരുതെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ അവിടെ മദ്ബഹായിൽ ചിലയിടത്ത് കോപ്റ്റിക് ചർച്ചിലൊക്കെ എല്ലായിടത്തും ടാബ് വെച്ചിട്ടുണ്ട്, തക്സാക്കി പകരം വരുത്. അപ്പോൾ അവരതിനു വേണ്ടി തന്നെ അവിടെ വെച്ചേക്കാണ്. പള്ളിയിലും മദ്ബഹായിലും വെക്കേണ്ടതായ കുറച്ച് സെറ്റുകൾ അവിടെ വെച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളുടെ ഇതിലേക്ക് അത്ര വന്നിട്ടില്ല. എങ്കിൽ പോലും ഇവഞ്ചിൽ വരുമായിരിക്കും. കാരണം അതിനകത്ത് ഇത് തന്നെയാണ് ഒരു കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് അതിനകത്തും ഡിസ്പ്ലേ കാണിക്കുന്നതും ഇവിടെ ഉള്ളതും ഒരേ ഇതായിരിക്കും. അപ്പോൾ അച്ഛന്മാർക്കും അത് ഒരു ആംബിഗ്വിറ്റിയുടെ ആവശ്യമില്ലാതെ പോകാൻ സാധിക്കും. പക്ഷേ ഇപ്പം നമ്മളിപ്പോൾ കോമൺ യൂസിന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫോണോ അല്ലെങ്കിൽ ടാബോ അതിനകത്തേക്ക് കൊണ്ട് ഉപയോഗിക്കുമ്പോൾ ചിലർക്ക് അതുകൊണ്ട് പ്രത്യേകിച്ച് ചില അച്ഛന്മാർ പ്രോസസ്സിൽ വരുമ്പോൾ അത് വേണമായിരുന്നോ, അത് 1-2 അച്ഛന്മാർ അത് ചിലർ ഏതെങ്കിലും കഥയിൽ നിന്ന് വായിച്ചു കഴിയുമ്പോഴത്തേക്കും ചിലർക്ക് അത് അങ്ങോട്ട് അൺഅക്സെപ്റ്റബിൾ ആയിരുന്നു. ചില ഇവിടെ ആണെങ്കിലും ചില ഇപ്പോൾ ഒരു ഭവന കൂദാശയുടെ സമയത്ത് പുസ്തകം എടുത്തില്ലെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഹാൻഡിയാണ്. ഇപ്പം ഞാനിപ്പോൾ ബോംബെയിൽ കഴിഞ്ഞ ആഴ്ച പോയി, അവിടെ ഒരു ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പിള്ളേർക്ക് ഇതൊരു മലയാളം മനസ്സിലാവണല്ലോ. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് എടുത്ത് അപ്പോൾ അത് നോക്കി ഉപയോഗിച്ചു. ഇതിൽ ഹൗസ് വാമിങ്ങിൻ്റെ ഉണ്ട്. അപ്പോൾ അതിനകത്തെല്ലാം ഉണ്ട് കേട്ടോ. അതിനകത്ത് ഇപ്പോൾ നമുക്ക് പേഴ്സണലൈസ് ചെയ്യാവുന്നതാണ്, അച്ഛന്മാർക്കും പേഴ്സണലൈസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനകത്ത് ലൈറ്റിക്ക് ചെല്ലാവുന്നതുകൊണ്ട് അച്ഛന്മാർക്ക് ചെല്ലാവുന്നതുകൊണ്ട്. അപ്പോൾ എല്ലാ കൂതാശകൾ അപ്ഡേറ്റഡ് ആണ്. അപ്പോൾ അത് അതൊരു ആവശ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് മുന്നോട്ട് പോകുമ്പോൾ. ഈ പ്രിൻറ്റിങ് എപ്പോഴും ഇപ്പോൾ അതൊരു ഔട്ട്ഡേറ്റഡ് ആയിട്ട് മാറുകയാണ്. പിന്നെ ഒരേ വേർഷൻ ഒരു പള്ളിയിലും കിട്ടുന്നില്ല. പുസ്തകങ്ങൾ പ്രിൻ്റഡ് ആണെങ്കിൽ എവിടെ വന്നാലും മിക്സ്ഡ് ആണ്. അപ്പോൾ അതിലും ഭേദം ഇതിങ്ങനത്തെ ഒരു കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഗോയിങ് ഫോർവേഡ് എല്ലാം ഫോണിലേക്ക് വരികയാണ്, ഗാഡ്ജറ്റ്സിലാണ് ഉപയോഗിക്കുന്നത്. പിന്നെ അതിനകത്തൊരു നമ്മളതിനെ ഇപ്പോൾ ആരാണ്ട് ഒരിക്കൽ ഒരു പ്രസംഗം ചോദിച്ച പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരന് നിങ്ങളുടെ അമ്മയായിട്ടോ അപ്പനായിട്ടോ ഒക്കെ ഫോണിൽ കൂടെ സംസാരിക്കാമെങ്കിൽ എന്തുകൊണ്ട് ദൈവവുമായിട്ട് നിങ്ങൾക്ക് ഫോണിൽ കൂടെ സംസാരിച്ചുകൂടാ എന്ന് പറഞ്ഞാൽ ബൈബിൾ ദൈവവചനം വായിക്കാനോ അല്ലെങ്കിൽ എന്തുകൊണ്ട് ചെയ്തുകൂടാ എന്ന് ഉപയോഗിക്കാവുന്നേ. അപ്പം നമ്മുടെ ഒരു നിത്യോപയോഗ സാധനമായിട്ട് മാറി അതും. അപ്പോൾ അത് പോസിറ്റീവായിട്ട് നമുക്ക് അതിനെ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കണം. എനിവേ ഒത്തിരി വൈകിപ്പിക്കുന്നില്ല. എനിവേ താങ്ക് യു അഭിവന്യ പിതാവായ മോർ തീത്തൂസ് എൽദോ മെത്രാപ്പോലിത്ത തിരുമനസിന് ഹൈമോനുസോയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ നമ്മളെ കേൾക്കുന്ന കാണുന്ന
വിശ്വാസികളുടെ പ്രേക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും എല്ലാവിധ നന്ദിയും, അതുപോലെ തന്നെ തിരുമേനി ആഗ്രഹിക്കുന്നത് പോലെ വരും വർഷങ്ങളിൽ, വരുന്ന 5 വർഷങ്ങളിൽ, 10 വർഷങ്ങളിൽ, 20 വർഷങ്ങളിൽ ഭദ്രാസനത്തിനും സഭയ്ക്കും തിരുമേനിയും തിരുമേനിയുടെ പ്രവർത്തനങ്ങളും ഒരു മുതൽക്കൂട്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി തിരുമേനി. താങ്ക് യു.